എംഫേവർ ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു റീസണിംഗ് സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് മിഥുൻ രാജ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സിലോജിസമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിലോജിസം ആണ്. എല്ലാവരും എത്തിയില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും എത്തി അല്ലെ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് സിലോജിസം ആണ് അല്ലെ? എന്താണ് സിലോജിസം? സിലോജിസം എന്നുള്ള പേര് കേട്ടിട്ട് ഇന്ന് ഞെട്ടിയോ? ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഞെട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ് എന്ത് സിലോജിസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് സിലോജിസത്തിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും ഷുവറായിട്ടും നമുക്ക് ഈ മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു ഭാഗമാണ്. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും സാധിക്കും. ഓക്കെ, എന്താണ് സിലോജിസം എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ലെ? എന്താണ് സിലോജിസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് തരം ക്വസ്റ്റ്യൻസ് ആണ് സിലോജിസത്തിൽ വരുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെ? ഓക്കെ, എന്താണ് സിലോജിസം? സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഒരു എക്സാമിനർ, ഓക്കെ, നമ്മുടെ എക്സാം നടത്തുന്ന എക്സാമിനർ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരും. ഓക്കെ, എന്താണ്? രണ്ടിലധികമുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തരും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് തരും. ഓക്കെ, അതിനോട് അനുബന്ധിച്ചുള്ള കൺക്ലൂഷൻസും കൂടിയിട്ട് നമ്മുടെ എക്സാമിനർ തരും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചുകൊണ്ട് നമ്മൾ ഏതൊക്കെ കൺക്ലൂഷൻസ് ഫോളോ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ കണ്ടെത്തണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവലോകനം ചെയ്യുന്നത്, നമ്മളൊന്ന് അനാലിസിസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ വെൻ ഡയഗ്രംസ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താ വെൻ ഡയഗ്രംസ്? നമ്മൾ ഓരോ എൻറ്റിറ്റിനെയും നമ്മൾ സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. കേട്ടിട്ട് യാതൊരുവിധ സംശയമൊന്നും വേണ്ട. നമുക്ക് കൃത്യമായിട്ട് ഓരോ പടിപടിയായിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാം. ഒരു ടെൻഷനും വേണ്ട. എളുപ്പത്തിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി സിലോജിസം നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു ഏരിയ ആയിട്ട് മാറിയിരിക്കും. അത് ഉറപ്പാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിലോജിസത്തിലെ ആദ്യത്തെ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, എന്താണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് അല്ലെ? ഞാൻ പറഞ്ഞിരുന്നു എന്താണ്? എക്സാമിനർ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരും, കുറച്ച് പ്രസ്താവനകൾ തരും. ഓക്കെ, പ്രസ്താവനകൾ തരും. ഓക്കെ, അത് ഏതൊക്കെ തരത്തിലുള്ള പ്രസ്താവനകളാണ്, ഏതൊക്കെ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തരുന്നത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ നോക്കൂ, ഓൾ എ ആർ ബി അല്ലെ? എല്ലാ എയും ബി ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? എല്ലാ എയും ബി ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത്? അത് നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് നോക്കിയേ, ഈ ഒരു ചിത്രം കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കിയേ, എയെ നമ്മൾ ഒരു സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാണ് എ. ഓക്കെ, എല്ലാ എയും ബി ആണ് എന്നാണ് പറഞ്ഞത് അല്ലെ? ഇതാണ് ബി. ഈ പുറമേയുള്ള സർക്കിൾ ആണ് എന്ത്? ബി എന്ന് പറയുന്നത്. ഈ ഉള്ളിലുള്ള സർക്കിൾ ആണ് എന്ത്? എ. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ അല്ലെ? എല്ലാ എയും, ഈ സർക്കിൾ മുഴുവൻ അല്ലെ? ഇതാണ് എല്ലാ എയും. ഈ എല്ലാ എയും ബി ആണ്. മനസ്സിലായോ? ഓൾ എ ആർ ബി എങ്ങനെ സൂചിപ്പിക്കുന്നു? എ ഉള്ളിലുള്ള സർക്കിൾ ആകുന്നു, ബിയോ? ബി പുറമേയുള്ള സർക്കിൾ ആകുന്നു. മനസ്സിലായല്ലോ? അപ്പോ ഓൾ എ ആർ ബി എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു വെൻ ഡയഗ്രത്തിന്റെ മോഡലാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ടിലേക്ക് ഒന്ന് വേഗം എഴുതിയെടുത്തേ, ഒന്ന് വരച്ചെടുത്തേ. ഈ ഒരു ചിത്രം, ഈ ഒരു വെൻ ഡയഗ്രം ഒന്ന് വേഗം വരച്ചെടുക്കൂ. ഓക്കെ, എടുത്തല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കൂ. നോ എ ഈസ് ബി. ഒരു എയും ബി അല്ല. ഓക്കെ, എ ഒന്നും ബി അല്ല. ഓക്കെ, എന്താണ്? എ ഒന്നും ബി അല്ല. എയെ നമ്മൾ ഒരു വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാണ് എ. ഈ ഒരു സർക്കിൾ ആണ് എന്ത്? എ എന്ന് പറയുന്നത്. ബിയോ? ബി ഈ കാണുന്ന സർക്കിൾ ആണ്, ബി ആണ് ഈ കാണുന്ന സർക്കിൾ. ഒരു എയും ബി അല്ല എന്നാണ് നമ്മളോട് പറഞ്ഞത് അല്ലെ? നോ എ ഈസ് ബി. ഓക്കെ, കണ്ടല്ലോ? ഈ എ ഒരിക്കലും ബി ആകുന്നില്ല. അതിനർത്ഥം ഈ ഒരു സർക്കിൾ എയും ബിയും തമ്മിൽ ഒരിക്കലും ഓവർലാപ്പ് ചെയ്യപ്പെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നോ എ ഈസ് ബി അല്ലെ? ഈ എയും ബിയും ഒരിക്കലും എന്താവില്ല? ഓവർലാപ്പ് ചെയ്യപ്പെടില്ല. എയും ബിയും ഒരിക്കലും കൂടി വരില്ല എന്ന് അർത്ഥം. മനസ്സിലായല്ലോ? അപ്പൊ ഓൾ എ ആർ ബി പഠിച്ചു. നോ എ ഈസ് ബി എന്ന് ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു അല്ലെ? വെൻ ഡയഗ്രം വരയ്ക്കാൻ പഠിച്ചു. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് എന്താണ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. സം എ ആർ ബി അല്ലെ? കുറച്ച് എ എന്താണ്? ബി ആണ്. സം എ ആർ ബി. എയെ നമ്മൾ ഒരു സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. സം എ, കുറച്ച് എ എന്താണ്?
ബി ആണ്. കുറച്ച് എ എന്താണ്? ബി ആണ്. ഇതിൽ കുറച്ച് എ എന്ന് പറയുന്നത് ബി ആണ്. കണ്ടില്ലേ? ആ രണ്ട് സർക്കിൾസും എന്തായി? ഒന്ന് ഓവർലാപ്പ് ചെയ്തു അല്ലെ? മുഴുവനായിട്ട് ചെയ്തില്ല, എന്നാൽ മുഴുവനായിട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യാം അല്ലെ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്താണ്? സം എ ആർ ബി. ഒന്നുകിൽ ഇത് മുഴുവനായി കഴിഞ്ഞാലും കുറച്ച് എ ബി തന്നെയാണല്ലോ അല്ലെ? ഇവിടെ നോക്കൂ, കുറച്ച് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? സം എ ആർ ബി തന്നെയാണ്. കുറച്ച് ഓവർലാപ്പ് ചെയ്താലും എന്താണ്? സം എ ആർ ബി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കൂ, സം എ ആർ നോട്ട് ബി അല്ലെ? കുറച്ച് എ എന്തല്ല? ബി അല്ല. കുറച്ച് എ എന്തല്ല? ബി അല്ല. എന്നാ ബാക്കി കുറച്ചോ? അത് വേണമെങ്കിൽ ആകാം അല്ലെ? നോക്കിയേ, സം എ ആർ നോട്ട് ബി. ഇതാ ഇത്രയും പോർഷൻ അല്ല എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് എ ആണെങ്കിൽ ഇത് ബി. ഓക്കെ, ഇത് കുറച്ച് പോർഷൻ, എയുടെ കുറച്ച് പോർഷൻ എന്താണ്? ബി അല്ല എന്ന് പറയുന്നു. എന്നാൽ കുറച്ച് എന്താകാം? എ ആകുന്നതിനും കുഴപ്പമൊന്നുമില്ല. അതാണ് സം എ ആർ നോട്ട് ബി എന്നുള്ള ഈ ഒരു വെൻ ഡയഗ്രം കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ 4 സ്റ്റേറ്റ്മെന്റ് ടൈപ്പുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓൾ എ ആർ ബി പഠിച്ചു അല്ലെ? എ എവിടെ വരുന്നു? ഉള്ളിൽ വരുന്നു. എ സൂചിപ്പിക്കുന്ന സർക്കിൾ ഉള്ളിൽ വരുന്നു. ബിയോ അതിന്റെ പുറമേ വരുന്നു. അപ്പോഴെന്തായി? ഓൾ എ ആർ ബി ആയി. അടുത്ത് നോക്കൂ, നോ എ ഈസ് ബി. ഒരു എയും എന്തല്ല? ബി അല്ല അല്ലെ? എയെ സൂചിപ്പിക്കുന്ന സർക്കിൾ ഇവിടെയുണ്ട്, ബിനെ സൂചിപ്പിക്കുന്ന സർക്കിൾ ഇവിടെയുണ്ട്. ഇവ ഒരിക്കലും ഓവർലാപ്പ് ചെയ്യപ്പെടുന്നില്ല, ഒരിക്കലും യോജിച്ച് വരുന്നില്ല. മനസ്സിലായല്ലോ? അതാണ് നോ എ ഈസ് ബി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത് നോക്കൂ, സം എ ആർ ബി. എന്താണ്? എയുടെ കുറച്ചെങ്കിലും ബി ആണ് അല്ലെ? സം എ, കുറച്ച് എ എന്താണ്? ബി ആണ്. അവ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് നോക്കൂ, എയും ബിയും പൂർണ്ണമായിട്ട് വരുന്നതിനും കുഴപ്പമൊന്നുമില്ല. സം എ ആർ ബി എന്നുള്ളത് അപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കൂ, സം എ ആർ നോട്ട് ബി. കുറച്ച് എ ബി അല്ല അല്ലെ? അപ്പൊ ബി അല്ലാത്ത കുറച്ച് എ അവിടെ ഉറപ്പായിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഇല്ലേ, അതൊരിക്കലും ബിയുമായിട്ട് ഓവർലാപ്പ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് എന്താണ്? സം എ ആർ നോട്ട് ബി. സം എ ആർ നോട്ട് ബി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരം, ഈ വെൻ ഡയഗ്രംസ് പ്രകാരമാണ് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റിനെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത്. അത് പ്രകാരമാണ് നമ്മൾ കൃത്യമായ കൺക്ലൂഷൻ, ഏത് കൺക്ലൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് കണ്ടെത്തുന്നതും കൂടി. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. ഇത്തരത്തിലുള്ള സിലോജിസം എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു പോർഷൻ ആണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തത് അല്ലെ? നിങ്ങൾ നോക്കിയേ, എന്താണ് സ്റ്റേറ്റ്മെന്റ്സ്? സം ഹെൻസ് ആർ കൗസ് അല്ലെ? നമ്മൾ നോക്കണം, എന്താണ് ഈ സം ഹെൻസ് ആർ കൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തി പ്രകാരം നമുക്കറിയാം ഇത് ശരിയല്ല എന്നറിയാം അല്ലെ? നമ്മുടെ യുക്തി പ്രകാരം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പക്ഷേ അതൊന്നും നമ്മൾ ഇവിടെ നോക്കണ്ട. എന്താണ്? എക്സാമിനർ തന്ന സ്റ്റേറ്റ്മെന്റ് എന്നാണോ അത് അതുപോലെ നമ്മൾ വിശ്വസിക്കണം. ഓക്കെ, അത് അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കണം. അത് പ്രകാരമുള്ള കൺക്ലൂഷൻസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, നോക്കിയേ, സം ഹെൻസ് ആർ കൗസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സം ഹെൻസ് എന്താണ്? കൗസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ നമ്മുടെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ പഠിച്ചതല്ലേ? സം എ ആർ ബി പഠിച്ചതല്ലേ? എങ്ങനെയായിരുന്നു? ഇതൊരു സർക്കിളാണ്. ഈ സർക്കിൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഹെന്നിനെ സൂചിപ്പിക്കുന്നു. ഹെന്നിനെ സൂചിപ്പിക്കുന്നു. ആർ കൗസ് അല്ലെ? പശുക്കളെ സൂചിപ്പിക്കുന്നു. എന്ത്? കൗസ് അല്ലെ? ഇപ്പൊ നോക്കിയേ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആയോ അല്ലെ? നോക്കിയേ, സം ഹെൻസ് ആർ കൗസ്. കുറച്ച് ഹെൻസ് എന്താണ്? കൗസ് ആണെന്ന് നമ്മളിവിടെ വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സൂചിപ്പിച്ചു. ഓക്കെ, അടുത്ത് നോക്കൂ, ഓൾ കൗസ് ആർ ഹോഴ്സസ്. ഓൾ കൗസ് ആർ എന്താണ്? ഹോഴ്സ്. എല്ലാ കൗവും എന്താണ്? ഹോഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ കൗവിന്റെ പുറത്തു കൂടിയിട്ട് എന്താക്കി? ഒരു ഹോഴ്സിനെയും കൂടിയിട്ട് വരച്ചു. ഹോഴ്സിനെയും കൂടി വരച്ചു അല്ലെ? ഓക്കെ, എന്താണ് ഇപ്പം? എന്താണ്? ഓൾ കൗസ് ആർ ഹോഴ്സസ് എന്നുള്ള ആ ഒരു വെൻ ഡയഗ്രം കൂടി നമ്മൾ വരച്ചു അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഞാൻ ഈ കൗവിനോട് ചേർത്ത് കൊണ്ടാണ് ഹോഴ്സിനെ വരച്ചത്. എനിക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇവിടെ വരച്ചതല്ലാതെ ഇതാ ഇങ്ങനെ വരയ്ക്കാമായിരുന്നു അല്ലെ? ഇങ്ങനെ വരയ്ക്കാമായിരുന്നു അല്ലെ? ഇപ്പോഴും എന്താണ്? ഓൾ കൗസ് ആർ ഹോഴ്സസ് എന്ന് നമുക്ക് ഇപ്പോഴും സൂചിപ്പിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല ഞാൻ വരച്ചത്. എങ്ങനെയാ വരച്ചത്? കൗവിനോട് ചേർത്താണ് വരച്ചത് അല്ലെ? കൗവിനോട് ചേർത്ത് കൊണ്ടാണ് വരച്ചത്. ഇത് നമ്മൾ ഈ സിലോജിസം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ആ ഒരു വഴിയിൽ കൂടെ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള വെൻ ഡയഗ്രംസ് വരയ്ക്കാവുള്ളൂ. ഇങ്ങനെ വേണമെങ്കിൽ മുഴുവനായിട്ട് വരയ്ക്കാം, പക്ഷേ നമുക്കത് തെറ്റായ ഉത്തരത്തിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ലീസ്റ്റ് പോസിബിൾ അല്ലെ? ലീസ്റ്റ് പോസിബിൾ, ഇവിടെ കൗ മാത്രം ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ വരച്ചാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് 2 ഉണ്ട്. അത് രണ്ടും നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഇവിടെ വരച്ചു കഴിഞ്ഞു.
ഓക്കെ, നോക്കാം. സം ഹെൻസ് ആർ കൗസ് ആണ്, പിന്നെ എന്താണ് ഓൾ കൗസ് ആർ ഹോഴ്സസ് അല്ലെ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള വെൻ ഡയഗ്രാംസ് നമ്മൾ വരച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, കൺക്ലൂഷൻസ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യണം. രണ്ട് കൺക്ലൂഷൻ ആണ് ഇവിടെ നോക്കിയേ. എന്താണ്, സം ഹോഴ്സസ് ആർ ഹെൻസ്, നമുക്കത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? നോക്കിയേ, സം ഹോഴ്സസ് എന്ന് പറയുന്നത് ഹെൻസ് ആണെന്നാണ് പറയുന്നത്, ശരിയല്ലേ? അല്ലെ, ഹോഴ്സിന്റെ സർക്കിളും ഹെന്നിന്റെ സർക്കിളും എന്താണ്, ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരു തരത്തിൽ നമുക്ക് മാറ്റാനും പറ്റില്ല അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലും എന്താണ്, നമുക്കിത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഈ ഒരു കൺക്ലൂഷൻ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോഴെന്താണ്, സം ഹോഴ്സസ് ആർ ഹെൻസ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്, ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, സം ഹെൻസ് ആർ ഹോഴ്സസ്. സം ഹെൻസ് എന്താണ്, ഹോഴ്സസും ആണ് അല്ലെ. ഇവിടെ സം ഹെൻസ് എന്താണ്, ഹോഴ്സസുമാണ്, അതും ശരിയാണ്. അതായത് രണ്ട് കൺക്ലൂഷനും എന്ത് ചെയ്യുന്നു, ഇവിടെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം, ബോത്ത് 1 and 2 ഫോളോ. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, മനസ്സിലായോ? ഓക്കെ, സിലോജിസത്തിലെ സ്റ്റേറ്റ്മെന്റ് തന്നു, സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള വെൻ ഡയഗ്രാംസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു അല്ലെ, വരച്ചു. വരച്ചതിന് ശേഷം നമ്മുടെ കൺക്ലൂഷൻസ് ഓരോന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഹോഴ്സസ് ആർ ഹെൻസ്, സം ഹോഴ്സസ് ആർ ഹെൻസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ ചെക്ക് ചെയ്തു, ശരിയാണ്. സം ഹെൻസ് ആർ ഹോഴ്സസ് എന്ന് തന്നിട്ടുണ്ട്, അതും നമ്മൾ ചെക്ക് ചെയ്തു, അതും ശരിയാണ് അല്ലെ. അതായത് ബോത്ത് 1 and 2 ഫോളോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി നമുക്കെല്ലാം വേഗം വേഗം ചെയ്തു പോവാലോ അല്ലെ, നമ്മൾ കാര്യം പഠിച്ചല്ലോ. ഓക്കെ, ഇനി നോക്കാം എന്താ സ്റ്റേറ്റ്മെന്റ്സ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കിയേ, ഓൾ പെൻസ് ആർ റോഡ്സ് അല്ലെ. എല്ലാ പെന്നും എന്താണ്, റോഡുകൾ ആണെന്നാണ് പറഞ്ഞത് അല്ലെ. നമ്മൾ ഓൾ എ ആർ ബിയുടെ വെൻ ഡയഗ്രാം വരച്ചിരുന്നു അല്ലെ, അത് പഠിച്ചിരുന്നു എങ്ങനെയാ വരയ്ക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് വരയ്ക്കണം, ഓൾ പെൻസ് ആർ റോഡ്സ് എന്നുള്ള ആ ഒരു വെൻ ഡയഗ്രാം വരയ്ക്കണം. ഇവിടെ നോക്കൂ, ആദ്യത്തെ ഒരു സർക്കിൾ വരച്ചു, എന്താണ് സൂചിപ്പിക്കുന്നത്, പെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓൾ പെൻസ് ആർ റോഡ്സ്, എല്ലാ പെന്നും എന്താണ്, റോഡാണെന്നാണ് പറഞ്ഞത്, റോഡാണെന്നാണ് പറഞ്ഞത്. ഓൾ റോഡ്സ് ആർ എന്താണ്, ഹൗസസ് ആണെന്നാണ് പറഞ്ഞത്. ഓൾ റോഡ്സ് എന്താണ്, ഹൗസസ് ആണെന്നാണ് പറഞ്ഞത് അല്ലെ, വരച്ചില്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരമുള്ള പിന്നെ എന്താണ്, വെൻ ഡയഗ്രാംസ് വരച്ചു അല്ലെ. ഓൾ പെൻസ് ആർ റോഡ്സ്, ഓൾ റോഡ്സ് ആർ ഹൗസസ് അല്ലെ, വരച്ചു, കൃത്യമായിട്ട് വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഓരോ കൺക്ലൂഷൻ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കിയേ, ഓൾ ഹൗസ് ആർ പെൻസ് എന്നാണ് പറഞ്ഞത് അല്ലെ. ഇതാണ് പെന്ന് അല്ലെ, ഈ ഒരു സർക്കിൾ ആണ് എന്ത്, പെൻ എന്ന് പറയുന്നത്. ഈ ഏറ്റവും പുറമേ കാണുന്ന ഈ ഒരു സർക്കിൾ ആണ് എന്ത്, ഹൗസ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ എന്താ പറഞ്ഞത്, ഓൾ ഹൗസ് ആർ പെൻസ്. ശരിയാണോ? ശരിയാണോ? നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ, നോക്കിയേ, ഓൾ ഹൗസ് ആർ പെൻസ് എന്നാണ് പറഞ്ഞത് അല്ലെ. ഈ എല്ലാ ഹൗസും പെന്നാണോ? അല്ല. നോക്കിയേ, പെന്നല്ലാത്ത ഹൗസസ് ഇതാ പുറത്തൊക്കെ ഉണ്ട് അല്ലെ. ഇത്രയും മാത്രമാണ് ഹൗസിൽ തന്നെ, ഇത്രയും മാത്രമാണ് എന്ത് വരുന്നത്, പെന്നായിട്ട് വരുന്നത്. എന്നാൽ പെന്നല്ലാത്ത ഹൗസസ് ഇതാ ഇതിന് പുറത്ത് ഒരുപാടുണ്ട് അല്ലെ, ഒരുപാടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത് നോക്കൂ, സം ഹൗസസ് ആർ പെൻസ് അല്ലെ. സം ഹൗസസ് ആർ പെൻസ്, സം ഹൗസ് എന്ന് പറയുന്നത് പെന്നാണ്, അതാണ് അല്ലെ. നോക്കിയേ, ഹൗസിന്റെ കുറച്ച് ഭാഗം ഇതാ ഈ പെന്നിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സം ഹൗസ് ആർ പെൻസ് എന്നുള്ളത് ഫോളോ ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഏതാ ഉത്തരം, ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ് അല്ലെ. ഓപ്ഷൻ ബി നമുക്ക് ശരിയായിട്ട് കിട്ടും. കിട്ടിയില്ലേ? ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം ചെയ്തു നോക്കാം നമുക്ക്. സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഓൾ ഫ്ലവേഴ്സ് ആർ ട്രീസ് അല്ലെ. ഓൾ ഫ്ലവേഴ്സ് ആർ ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നോ ഫ്രൂട്ട് ഈസ് ട്രീ, ഒരു ഫ്രൂട്ടും ട്രീ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. നോക്കാം നമുക്ക്, എന്താണ് ഓൾ ഫ്ലവേഴ്സ് ആർ ട്രീ, എല്ലാ ഫ്ലവറും എന്താണ്, ട്രീ ആണ്. ഓൾ എ ആർ ബി വരച്ച് നിങ്ങൾ ഓർമ്മയില്ലേ, അതുപോലെ തന്നെ വരയ്ക്കുന്നു. ഓൾ ഫ്ലവേഴ്സ് എന്താണ്, ട്രീ ആണെന്നാണ് പറഞ്ഞത്. ഓൾ ഫ്ലവേഴ്സ് ട്രീ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ നമ്മൾ വരച്ചു, ഓൾ ഫ്ലവേഴ്സ് ആർ ട്രീ അല്ലെ, വരച്ചു. ഓക്കെ, ഇനി നോക്കൂ, നോ ഫ്രൂട്ട് ഈസ് ട്രീ, ഒരു ഫ്രൂട്ടും എന്തല്ല, ഒരു ഫ്രൂട്ടും എന്തല്ല, ട്രീ അല്ല എന്നാണ് പറയുന്നത്. ഒരു ഫ്രൂട്ടും എന്തല്ല,
ട്രീ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫ്ലവേഴ്സ് എന്നതിന്റെ ഉള്ളിൽ വരും, ട്രീന്റെ ഉള്ളിൽ വരും. എന്നാൽ ട്രീയും ഫ്രൂട്ടും ഒരിക്കലും ഓവർലാപ്പ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഇൻറ്റു മാർക്ക് ഇട്ടു. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഓവർലാപ്പ് ചെയ്യപ്പെടില്ല. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരമുള്ള വെൻ ഡയഗ്രാംസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, കൺക്ലൂഷൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. നോ ട്രീ ഈസ് ഫ്രൂട്ട്, അല്ലെ, ഒരു ട്രീയും ഫ്രൂട്ട് അല്ല എന്നാ പറയുന്നത്, അല്ലെ. നോ ട്രീ ഈസ് ഫ്രൂട്ട്, ശരിയാണോ? ശരിയാണ്, അല്ലെ. ഒരിക്കലും ട്രീ എന്തല്ല, ഫ്രൂട്ട് ആകുന്നില്ല, അല്ലെ. ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ട്. അവ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഓവർലാപ്പ് ചെയ്യപ്പെടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു ട്രീയും ഒരിക്കലും ഫ്രൂട്ട് ആകില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വെൻ ഡയഗ്രാം പ്രകാരം മനസ്സിലാക്കാം. അതുകൊണ്ട് കൺക്ലൂഷൻ എന്താണ്, ഒന്ന് ശരിയാണ്. ഓക്കെ, അടുത്ത് നോക്കൂ. നോ ഫ്രൂട്ട് ഈസ് ഫ്ലവർ, ഒരു ഫ്രൂട്ടും ഫ്ലവർ അല്ല എന്നാണ് പറയുന്നത്, അല്ലെ. നോ ഫ്രൂട്ട് ഈസ് ഫ്ലവർ, നോ ഫ്രൂട്ട് ഈസ് ഫ്ലവർ. ഇത് നോക്കൂ, ഈ ട്രീയുടെ ഉള്ളിലുള്ള ഒരു വെൻ ഡയഗ്രാം ആണ് എന്ത്, ഫ്ലവറിൻ്റെത്, അല്ലെ. ട്രീയുടെ ഉള്ളിലാണ് ഫ്ലവർ ഉള്ളത്. ട്രീ തന്നെ ഇവിടെ ഓവർലാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രൂട്ടിന് ഫ്ലവറിനെ ഓവർലാപ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അല്ലെ. അതെന്താണ്, ഇവിടെ നമുക്ക് ഒരിക്കലും ഫ്രൂട്ടിനെ ഈ ഒരു ഫ്ലവറിന്റെ ഈ ഒരു സർക്കിളിനെ ഓവർലാപ്പ് ചെയ്യാൻ ഇവിടെ സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നോ ഫ്രൂട്ട് ഈസ് ഫ്ലവർ എന്നതും കൂടിയിട്ട് എന്താണ്, ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്, ബോത്ത് 1 and 2 ഫോളോ. കൺക്ലൂഷൻസ് രണ്ടും ഫോളോ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ട്രാക്കിലേക്ക് ആയില്ലേ, അല്ലെ. അപ്പൊ നമ്മള് സമ്മ് പിന്നെ വെച്ചിട്ടുള്ള വെൻ ഡയഗ്രാം വരച്ചു, അത് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്തു, കൺക്ലൂഷൻസ് കിട്ടി, അല്ലെ. ഓൾ വെച്ചിട്ടുള്ള നമ്മൾ ചെയ്തു, അതും പിന്നെ വെൻ ഡയഗ്രാം വരച്ചു, അത് പ്രകാരമുള്ള കൺക്ലൂഷൻസ് നമ്മൾ ചെക്ക് ചെയ്തു. ഇപ്പൊ ഇതാ നോ വെച്ചിട്ടുള്ളതും കൂടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ബേസിക് ആയിട്ട് നമ്മൾ സിലോജിസത്തിൽ അറിയേണ്ട എല്ലാ സ്റ്റേറ്റ്മെന്റും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ വരയ്ക്കുന്നു മനസ്സിലാക്കി, അവയുടെ കൺക്ലൂഷൻസിനെ എങ്ങനെ വിശകലനം ചെയ്യണം എന്നുകൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, അല്ലെ. ഓക്കെ, അപ്പൊ ഇനി ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്തു പോകുന്നത്. അപ്പോൾ അതും കൂടി ചെയ്യുമ്പോഴേക്കും നമ്മൾ അടിപൊളിയായിട്ട് സിലോജിസത്തിൽ നമ്മളൊരു ബേസിക് ഐഡിയ നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മൾ സെറ്റ് ആക്കി എടുക്കുന്നതാണ്. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഒന്ന് വേഗം ചെയ്തു നോക്കൂ, ഒന്ന് ചെയ്തിട്ട് വേഗം ഉത്തരം കമന്റ് ചെയ്യൂ എല്ലാവരും. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ഇതാണ്, ഓൾ ടോയ്സ് ആർ ഗിഫ്റ്റ്, അല്ലെ. ഓൾ ടോയ്സ് ആർ ഗിഫ്റ്റ്. പിന്നെ എന്താണ്, നോ ടോയ് ഈസ് എ റിവാർഡ്. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള വെൻ ഡയഗ്രാം വരയ്ക്കുക, കൺക്ലൂഷൻസ് ചെക്ക് ചെയ്യുക, ഏതൊക്കെ ഫോളോ ചെയ്യുന്നെന്ന് കണ്ടെത്തുക. ഒന്ന് വേഗം ചെയ്യൂ. കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ്, ഓൾ ടോയ്സ് ആർ ഗിഫ്റ്റ് എന്നാണ് പറഞ്ഞത്, അല്ലെ. ഓൾ ടോയ്സ്, ഇതാ ടോയ്സിന്റെ സർക്കിൾ നമ്മൾ ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, ഓൾ ടോയ്സ് ആർ ഗിഫ്റ്റ്, ടോയ്സ് എല്ലാം എന്താണ്, ഗിഫ്റ്റ് ആണ് എന്നാണ് പറഞ്ഞത്, അല്ലെ. ഗിഫ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓൾ ടോയ്സ് ആർ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ, നോ ടോയ് ഈസ് എ റിവാർഡ്, ഒരു ടോയും എന്തല്ല, റിവാർഡ് അല്ല, അല്ലെ. നോക്കിയേ, എന്താണ് റിവാർഡ്, നമ്മൾ ഇപ്പുറത്ത് വരയ്ക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു, ഇതാണ് റിവാർഡ്. നോ ടോയ് ഈസ് റിവാർഡ്, നോ ടോയ് ഈസ് റിവാർഡ് എന്നാണ് പറഞ്ഞത്, അല്ലെ. ഇവിടെ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ചേ, സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഓൾ ടോയ്സ് ആർ ഗിഫ്റ്റ്, അല്ലെ. എല്ലാ ടോയും ഗിഫ്റ്റ് ആണ്. എന്നാൽ ഇവിടെ നോക്കൂ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, നോ ടോയ് ഈസ് റിവാർഡ്, ഒരു ടോയും എന്തല്ല, റിവാർഡ് അല്ല എന്നാണ് പറയുന്നത്. നോക്കിയേ, ഈ ഒരു സർക്കിളിന് എന്തിനെ ഓവർലാപ്പ് ചെയ്യാൻ സാധിക്കും, ഈ ഒരു ഗിഫ്റ്റിന്റെ സർക്കിളിനെ ഓവർലാപ്പ് ചെയ്യാൻ സാധിക്കും ഇവിടം വരെ. എന്നാൽ ഈ ടോയുടെ ഈ ഒരു സർക്കിളിലെ അതിനെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർലാപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് വെച്ചാൽ, അല്ലെ. നോ ടോയ് ഈസ് റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത് മനസ്സിലായോ? ഗിഫ്റ്റിനെ എന്തുകൊണ്ട് ഇത്രയും ഭാഗം വരെ ഓവർലാപ്പ് ചെയ്യാം എന്നും മനസ്സിലായോ? ഓക്കെ, എന്താണ്, ടോയ് മാത്രമാണ് ഇവിടെ റിവാർഡ് ആവാതിരിക്കുന്നത്, എന്നാൽ ഗിഫ്റ്റിന് വേണമെങ്കിൽ ആകാം. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഷൻസ് ഓരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കൺക്ലൂഷൻ നോക്കാം. അറ്റ്ലീസ്റ്റ് സം റിവാർഡ്സ് ആർ ഗിഫ്റ്റ് എന്നാണ് പറഞ്ഞത്, അല്ലെ. കുറച്ചെങ്കിലും റിവാർഡ് എന്താണ്, ഗിഫ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല, അല്ലെ. ഇവിടെ കുറച്ചെങ്കിലും റിവാർഡ് ഗിഫ്റ്റ് ആയിരിക്കണം എന്ന രീതി പറയുമ്പോൾ അത് ശരിയല്ല, അല്ലെ. ഇവിടെ നോക്കൂ, നമ്മൾ വെൻ ഡയഗ്രാം വരച്ചപ്പോൾ പോലും എന്ത് കിട്ടിയില്ല, റിവാർഡ് ഗിഫ്റ്റ് ആണെന്ന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണെന്ന് നമുക്ക്
പിന്നെ മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത് നോക്കൂ, ഓൾ ഗിഫ്റ്റ് ആർ ടോയ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്താണ് ഓൾ ഗിഫ്റ്റ് ആർ ടോയ് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? ശരിയാണോ? ശരിയല്ല. നിങ്ങൾ നോക്കിയേ, ഓൾ ടോയ് ആണെന്ത് ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഓൾ ടോയ് ആണെന്ത് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് എല്ലാ ഗിഫ്റ്റും ടോയ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഗിഫ്റ്റിന്റെ ചെറിയൊരു ഭാഗം മാത്രം, ഈ ഒരു ഭാഗത്ത് വരുന്ന അത്രയും ഭാഗം മാത്രമാണ് എന്താവുന്നുള്ളൂ, ടോയ് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഗിഫ്റ്റും ടോയ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്? തെറ്റാണ്, തെറ്റാണ്. ഓക്കെ, അപ്പൊ എന്താണ്? നെയ്തർ 1 nor 2 ഫോളോസ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയുത്തരം. കിട്ടിയോ? ഓക്കെ, അപ്പൊ കിട്ടുന്നതെല്ലാം ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ഓക്കെ, ആ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, കിട്ടിയല്ലോ, സെറ്റ് ആണല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കൂ, ഒന്ന് ചെയ്തു നോക്കൂ. ഒന്ന് ചെയ്തിട്ടൊന്ന് വേഗം ഉത്തരം കമന്റ് ചെയ്തേ, ഒന്ന് വേഗം കമന്റ് ചെയ്യൂ. ഓക്കെ, എന്താ സ്റ്റേറ്റ്മെന്റ്? സം ആക്ടേഴ്സ് ആർ സിംഗേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, സം ആക്ടേഴ്സ് ആർ സിംഗേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓൾ ദ സിംഗേഴ്സ് ആർ ഡാൻസേഴ്സ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അതുപ്രകാരമുള്ള വെൻ ഡയഗ്രാംസ് നമ്മൾ ആദ്യം വരയ്ക്കുന്നു. ഓക്കെ, എന്താണ് ആദ്യത്തെ? സം ആക്ടേഴ്സ് ആർ സിംഗേഴ്സ്. ആക്ടേഴ്സിനെ സൂചിപ്പിക്കുന്ന സർക്കിൾ ഇവിടെ വരച്ചു, ആക്ടേഴ്സ്. ഇനി എന്താണ്? സിംഗേഴ്സ്. സം ആക്ടേഴ്സ് എന്താണ്? സിംഗേഴ്സ് ആണെന്നാണ് പറഞ്ഞത്, അല്ലെ? സിംഗേഴ്സ്, സിംഗേഴ്സ് ഇതാ ഇവിടെയുണ്ട്. സം ആക്ടേഴ്സ് ആർ സിംഗേഴ്സ്, അല്ലെ? വെൻ ഡയഗ്രാം ഓർമ്മയുണ്ടല്ലോ, സം ARB പഠിച്ചത് നമ്മൾ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അതുപോലെ തന്നെ. ഓക്കെ, നോക്കൂ, ഓൾ ദ സിംഗേഴ്സ് ആർ ഡാൻസേഴ്സ്. എല്ലാ സിംഗേഴ്സും എന്താണ്? ഡാൻസേഴ്സ് ആണ് എന്നാണ് പറഞ്ഞത്. എല്ലാ സിംഗേഴ്സും ഡാൻസേഴ്സ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഈ ഡാൻസേഴ്സിന്റെ മുഴുവനായിട്ട് വരയ്ക്കാമായിരുന്നു, പക്ഷെ അങ്ങനെ വരച്ചില്ല. എന്തുകൊണ്ടാണ്? ലീസ്റ്റ് പോസിബിൾ കേസ് വെച്ചുകൊണ്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? സിംഗേഴ്സിനോട് അടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഡാൻസേഴ്സിന്റെ ആ ഒരു സർക്കിള് ഇവിടെ വരച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ, നോക്കിയേ, ഓൾ സിംഗേഴ്സ് ആർ എന്താണ്? ഡാൻസേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് പ്രകാരമുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രകാരവുമുള്ള വെൻ ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഓരോ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സം ആക്ടേഴ്സ് ആർ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞു. സം ആക്ടേഴ്സ് എന്താണ്? ഡാൻസേഴ്സ് ആണ്. ആണോ? ആണോ? ആണ്, അല്ലെ? നോക്കിയേ, ആക്ടേഴ്സിന്റെയും ഡാൻസേഴ്സിന്റെയും ആ ഒരു സർക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെ? അപ്പോൾ തന്നെ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സം ആക്ടേഴ്സ് ആർ ഡാൻസേഴ്സ് എന്ന് പറയുന്ന കൺക്ലൂഷൻ ശരിയാണ് എന്ന് മനസ്സിലാക്കാം. നോക്കൂ, അടുത്തത്, നോ സിംഗർ ഈസ് എ ആക്ടർ. നോ സിംഗർ, ഒരു സിംഗറും ആക്ടർ അല്ല എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയല്ല. നിങ്ങൾ നോക്കിയേ, ആക്ടറിന്റെ സർക്കിളും സിംഗറിന്റെ സർക്കിളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ നോ സിംഗർ ഈസ് ആക്ടർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കുറച്ച് ഇവിടെ ആക്ടേഴ്സ് എന്താണ്? ഇവിടെ സിംഗേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ കൺക്ലൂഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കാം. സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ എന്താണ്? കൺക്ലൂഷൻ 1 മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. കൺക്ലൂഷൻ 1 മാത്രമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. കിട്ടിയല്ലോ? കിട്ടിയല്ലോ? ഓപ്ഷൻ എ കിട്ടിയോ എല്ലാവർക്കും? എല്ലാവർക്കും ഓപ്ഷൻ എ കിട്ടിയോ? ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ ആയില്ലേ? ആ, അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് നല്ലൊരു എന്താണ്, നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഉടനടി മാറുന്നതാണ്. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ട്രാക്കിലായത് എനിക്കറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയേ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. ഓൾ എയ്റോപ്ലെയിൻസ് ആർ ട്രെയിൻസ് എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓൾ എയ്റോപ്ലെയിൻസ് ആർ ട്രെയിൻസ്. അടുത്ത് നോക്കൂ, സം ട്രെയിൻസ് ആർ ചെയേഴ്സ് എന്നാണ് പറഞ്ഞത്. സം ട്രെയിൻസ് ആർ ചെയേഴ്സ് എന്നാണ് പറഞ്ഞത്. ഇനി കൺക്ലൂഷൻസ് 4 ഉണ്ട് നോക്കിയേ. സം എയ്റോപ്ലെയിൻസ് ആർ ചെയേഴ്സ്, സം ചെയേഴ്സ് ആർ എയ്റോപ്ലെയിൻ, സം ചെയേഴ്സ് ആർ ട്രെയിൻസ്, സം ട്രെയിൻസ് ആർ എയ്റോപ്ലെയിൻസ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരമുള്ള വെൻ ഡയഗ്രാംസ് നമ്മൾ ആദ്യം വരയ്ക്കണം, അല്ലെ? നോക്കിയേ, ഓൾ എയ്റോപ്ലെയിൻസ് ആർ ട്രെയിൻസ് എന്നാണ് പറഞ്ഞത്. എയ്റോപ്ലെയിനെ സൂചിപ്പിക്കുന്ന സർക്കിൾ ഇതാ ആദ്യം വരച്ചു. ഇതാണ് എയ്റോപ്ലെയിൻ. ഓക്കെ, എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻസ് ആർ ട്രെയിൻസ് എന്നാണ് പറയുന്നത്. ഓൾ എയ്റോപ്ലെയിൻസ് ആർ ട്രെയിൻസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ വരച്ചു എന്താണ്? എയ്റോപ്ലെയിന്റെ സർക്കിള് ട്രെയിനിന്റെ സർക്കിളിന്റെ ഉള്ളിൽ വരച്ചു. ഓൾ എയ്റോപ്ലെയിൻസ് ആർ ട്രെയിൻസ് എന്ന് നമ്മൾ വരച്ചു കഴിഞ്ഞു.
ഓക്കെ, അടുത്ത് നോക്കാം. സം ട്രെയിൻസ് ആർ ചെയേഴ്സ് അല്ലെ. സം ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? ചെയേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. സം ട്രെയിൻസ് എന്താണ്? ചെയേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. കിട്ടിയല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, ഓരോ കൺക്ലൂഷൻ നോക്കിയേ. സം എയ്റോപ്ലെയിൻസ് ആർ ചെയേഴ്സ്. സം എയ്റോപ്ലെയിൻസ് ചെയേഴ്സ് ആണോ? ആണോ? അല്ല. അല്ലെ? ആണോ? അല്ല. അങ്ങനെയുള്ള കേസിൽ ഇനി വേണമെങ്കിൽ ആകാം, കുറച്ചും കൂടി ഉള്ളോട്ട് വന്നാൽ ആകാം. പക്ഷേ എല്ലാ കേസിലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ കേസിലും അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക, ഒരു കൺക്ലൂഷൻ ഒരു പക്ഷേ അത് ഫോളോ ചെയ്തേക്കാം. എങ്ങനെ? ചെറിയൊരു കേസിൽ മാത്രം. എന്നാൽ എല്ലാ കേസിലും എങ്ങനെയൊക്കെ വെച്ച് നോക്കിയാലും അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. അത് ആ ഒരു കാര്യം നിങ്ങൾ ഉടനീളം സിലോജിസം ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ മനസ്സിൽ കരുതുക. ഓക്കെ, അടുത്ത് നോക്കൂ. സം ചെയേഴ്സ് ആർ എയ്റോപ്ലെയിൻസ്. സം ചെയേഴ്സ് എന്ന് പറയുന്നത് എയ്റോപ്ലെയിൻസ് ആണോ? ആണോ? അല്ല. അല്ലെ? സം ചെയേഴ്സ് ഒരിക്കലും എയ്റോപ്ലെയിൻസ് അല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അടുത്ത് നോക്കൂ. സം ചെയേഴ്സ് ആർ ട്രെയിൻസ്. സം ചെയേഴ്സ് ആർ ട്രെയിൻസ് ശരിയാണോ? ശരിയാണ്. അല്ലെ? ചെയറും ട്രെയിനും ഇവിടെ ഓവർലാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സം ചെയേഴ്സ് ആർ ട്രെയിൻസ് എന്ന് പറയാം. അടുത്ത് നോക്കൂ. സം ട്രെയിൻസ് ആർ എയ്റോപ്ലെയിൻസ് ആണോ? ശരിയാണ്. നോക്കൂ, ട്രെയിൻസിന്റെ കുറച്ച് ഭാഗം ദാ എയ്റോപ്ലെയിനിലും ഉണ്ട്. അതുകൊണ്ട് സം ട്രെയിൻസ് ആർ എയ്റോപ്ലെയിൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൺക്ലൂഷൻസ് 3ഉം 4ഉം എന്താണ്? ഫോളോ ചെയ്യപ്പെടുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ്. ഓൺലി 3 and 4 ഫോളോ. കിട്ടുന്നുണ്ടല്ലോ? കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നോക്കൂ, 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് അല്ലെ. എന്തൊക്കെയാ സ്റ്റേറ്റ്മെന്റ്സ്? സം പേൾസ് ആർ ജെംസ്, ഓൾ ജെംസ് ആർ ഡയമണ്ട്സ്, നോ ഡയമണ്ട് ഈ സ്റ്റോൺ, സം സ്റ്റോൺസ് ആർ കോറൽസ്. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അവയിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെ കൺക്ലൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടെത്തണം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ അത് പ്രകാരമുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരമുള്ള വെൻ ഡയഗ്രാംസ് നമ്മൾ ആദ്യം വരയ്ക്കുന്നു. സം പേൾസ് ആർ ജെംസ്. കുറച്ച് പേൾ എന്താണ്? ജെം ആണെന്നാണ് പറഞ്ഞത്. കുറച്ച് പേള് എന്താണ്? ജെം ആണെന്ന് പറയുന്നു. ഓൾ ജെംസ് ആർ ഡയമണ്ട്സ്. ഓൾ ജെംസ് ആർ ഡയമണ്ട്സ് എന്ന് പറയുന്നു അല്ലെ. ഓൾ ജെംസ് ആർ എന്താണ്? ഡയമണ്ട്സ് ആണെന്ന് പറയുന്നു. ഇത്രയും ഇങ്ങനെ അടുപ്പിച്ച് വരച്ചതിന്റെ കാരണം ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഓക്കെ. നോ ഡയമണ്ട് ഈസ് സ്റ്റോൺ അല്ലെ. ഒരു ഡയമണ്ടും എന്തല്ല? സ്റ്റോൺ അല്ല എന്ന് പറയുന്നു. ഒരു ഡയമണ്ടും സ്റ്റോൺ അല്ല എന്ന് പറയുന്നു. സം സ്റ്റോൺസ് ആർ എന്താണ്? കോറൽ ആണെന്ന് പറയുന്നു. സം സ്റ്റോൺസ് കോറൽ ആണെന്ന് പറയുന്നു. അങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 4 സ്റ്റേറ്റ്മെന്റ് പ്രകാരവുമുള്ള വെൻ ഡയഗ്രാംസ് നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കൺക്ലൂഷൻസും ചെക്ക് ചെയ്ത് നോക്കാം. സം സ്റ്റോൺസ് ആർ പേൾസ്. സം സ്റ്റോൺ പേളാണെന്ന് പറയുന്നു. ആണോ? ആണോ? അല്ല. ഇവിടെ നമുക്ക് വരച്ചപ്പോൾ തന്നെ കിട്ടി അങ്ങനെയൊരു അങ്ങനെ വരുന്നില്ല. പക്ഷെ അത് സാധ്യതയുണ്ട് അല്ലെ. സാധ്യതയുണ്ട്. ഈ നോക്കൂ, ഈ ഒരു സർക്കിള് നേരെ കറങ്ങി ഇപ്പുറത്തേക്ക് എത്തുകയാണെങ്കിൽ ഈ ഒരു സർക്കിൾ ക്രോസ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ഈ ഡയമണ്ടിന്റെ സർക്കിൾ ക്രോസ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ ഇങ്ങനെ കറങ്ങി വരാം. പക്ഷെ അതൊരു സാധ്യത മാത്രമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കേസ് ഏതൊരു കേസ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കൺക്ലൂഷൻ ശരിയായിട്ട് ഫോളോ ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നോക്കിയേ, സം സ്റ്റോൺസ് ആർ പേൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത് നോക്കൂ. സം കോറൽസ് ആർ ബീയിങ് ഡയമണ്ട് ഈസ് പോസിബിലിറ്റി ഈസ് എ പോസിബിലിറ്റി. സം കോറൽസ്, ഈ കോറൽസിൽ കുറച്ചെങ്കിലും ഡയമണ്ട് ആകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ? ഉണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു സ്റ്റോണിന്റെ ഇത്രയും ഭാഗം മാത്രം എന്താണ്? ഇത്രയും ഭാഗം മാത്രം ഈ ഒരു സർക്കിളിന്റെ ഉള്ളിൽ കയറില്ല. എന്നാൽ നോക്കൂ, അതിന്റെ പുറത്തേക്ക് കുറച്ച് ഭാഗം ഉണ്ട് അല്ലെ. ആ ഭാഗത്തിന് വേണമെങ്കിൽ ഒരു പോസിബിലിറ്റി മാത്രമാണ് അല്ലെ. വേണമെങ്കിൽ ഈ ഡയമണ്ടിന്റെ ഉള്ളിലേക്ക് കയറാവുന്നതേ ഉള്ളൂ അല്ലെ. ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ എന്താണ്? ഡയമണ്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ട് സം കോറൽസ് ആർ ബീയിങ് ഡയമണ്ട് ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, അത് ഫോളോ ചെയ്യുന്നുണ്ട്. നോക്കിയേ, നോ സ്റ്റോൺ ഈസ് പേൾ. ഒരു സ്റ്റോണും പേൾ അല്ല എന്നാ പറയുന്നത്. പറയാൻ പറ്റുമോ? ഒരു സ്റ്റോണും പേൾ അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? നിങ്ങൾ നോക്കിയേ, ഈ സ്റ്റോണ് നോക്കൂ, ഇപ്പുറത്തേക്ക് കറങ്ങിയിട്ട് അല്ലെ, ഇത് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു പേൾ നമ്മൾ ഇവിടെയാ വരയ്ക്കുന്നെങ്കിൽ ഒരു പക്ഷെ ഇത് ചെയ്തേക്കാം അല്ലെ.
എന്തുകൊണ്ടാണ്? ഇവിടെ ഈ ഡയമണ്ട് മാത്രമേ സ്റ്റോൺ ആവാത്തതുള്ളൂ അല്ലെ? ഡയമണ്ടും സ്റ്റോണും മാത്രമേ എന്താകുന്നുള്ള ഓവർലാപ്പ് ചെയ്യപ്പെടാതെ ഉള്ളൂ. എന്നാൽ പേളിന് വേണമെങ്കിൽ അങ്ങനെയാകാം. പക്ഷെ ഇവിടെ നോ സ്റ്റോൺ ഈസ് പേൾ എന്ന് പറയുന്നത് തെറ്റാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഓപ്ഷൻ സി ഓൺലി 2 ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഓൺലി 2 മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. കിട്ടിയോ? മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 4 സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള വെൻ ഡയഗ്രം വരച്ചു. കൃത്യമായിട്ടുള്ള കൺക്ലൂഷൻസ് നമ്മൾ കണ്ടെത്തി. ഓക്കെ, സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വേഗം ചെയ്തു നോക്കൂ. ഒന്ന് വേഗം ചെയ്തു നോക്കിയേ. വേഗം ചെയ്തു നോക്കൂ. കിട്ടുന്നുണ്ടോ? ഓക്കെ, എന്താണ്? ഓൾ സ്റ്റാർസ് ആർ മൂൺസ് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്സ്. എല്ലാ സ്റ്റാറും എന്താണ്? മൂണാണ്. ഓൾ മൂൺസ് ആർ പ്ലാനറ്റ്, ഓൾ പ്ലാനറ്റ്സ് ആർ എന്താണ്? റൗണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അല്ലെ? എന്നാണ് ഓൾ സ്റ്റാർസ്, ഇതാണ് സ്റ്റാറിനെ സൂചിപ്പിക്കുന്ന സർക്കിൾ. ഓൾ സ്റ്റാർസ് എന്താണ്? മൂൺസ് ആണെന്ന് പറയുന്നു, മൂൺ ആണെന്ന് പറയുന്നു. ഓൾ മൂൺസ് ആർ എന്താണ്? പ്ലാനറ്റ് ആണെന്ന് പറയുന്നു. എല്ലാ മൂണും എന്താണ്? പ്ലാനറ്റ് ആണെന്ന് പറയുന്നു. ഓൾ പ്ലാനറ്റ്സ് ആർ എന്ത്? റൗണ്ട് ആണെന്ന് പറയുന്നു. എല്ലാ പ്ലാനറ്റും എന്താണ്? റൗണ്ട് ആണെന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ഓൾ സ്റ്റാർസ് ആർ എന്താണ്? മൂണാണ്. ഓൾ മൂൺസ് ആർ പ്ലാനറ്റ് ആണ്. ഓൾ പ്ലാനറ്റ് ആർ എന്താണ്? റൗണ്ട് ആണെന്ന് കൂടി പറഞ്ഞു അല്ലെ? അപ്പൊ ഈ 4 എൻറ്റിറ്റീസ് ഉണ്ട് അല്ലെ? നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ 3 സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള എന്ത് വരച്ചു? വെൻ ഡയഗ്രം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനിയുള്ള കൺക്ലൂഷൻസ് നമ്മൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഓൾ മൂൺസ് ബീങ് സ്റ്റാർസ് ഈസ് എ പോസിബിലിറ്റി. എല്ലാ മൂണും സ്റ്റാർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഉണ്ട് അല്ലെ? ഇവ തമ്മിൽ എന്താണ്? രണ്ടും ഈക്വൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് പറയാലോ ഓൾ സ്റ്റാർസ് ആർ മൂൺസ്, ഓൾ മൂൺസ് ആർ സ്റ്റാർസ് എന്നും പറയാലോ അല്ലെ? അപ്പോൾ എന്താണ്? അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്. ഓൾ മൂൺസ് ആർ ബീങ് എന്താണ്? സ്റ്റാർസ് എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി തന്നെയാണ് അല്ലെ? നോക്കൂ, അടുത്ത് നോക്കൂ. ഓൾ സ്റ്റാർസ് ആർ റൗണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാ സ്റ്റാറും റൗണ്ട് ആണോ? ആണ് അല്ലെ? ഈ റൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു സർക്കിളിന്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത്? സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു സർക്കിൾ. അപ്പൊ നമുക്ക് പറയാലോ ഓൾ സ്റ്റാർസ് ആർ റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? വേണമെങ്കിൽ അങ്ങനെ പറയാം അല്ലെ? അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കൺക്ലൂഷനും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ബോത്ത് 1 and 2 ഫോളോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ബോത്ത് 1 and 2 ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോത്ത് 1 and 2 ഫോളോ ചെയ്യുന്നുണ്ട്. കിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സം ചെയേഴ്സ് ആർ ടേബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ടേബിൾസ് ആർ ബോട്ടിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സം ബോട്ടിൽസ് ആർ ജാർസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോ ജാർ ഈസ് ബക്കറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചെയ്തു നോക്കാം. എങ്ങനെയാണ്? സം ചെയേഴ്സ് ആർ ടേബിൾസ് അല്ലെ? സം ചെയേഴ്സ് ആർ ടേബിൾസ് എന്ന് പറയുന്നു. സം ചെയേഴ്സ് എന്താണ്? ടേബിൾ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ടേബിൾ ആണ്. നോക്കൂ, ഓൾ ടേബിൾസ് ആർ ബോട്ടിൽസ്. എല്ലാ ടേബിളും എന്താണ്? ബോട്ടിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നോക്കൂ, സം ബോട്ടിൽസ് ആർ ജാർസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സം ബോട്ടിൽ എന്താണ്? ജാർ ആണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നോ ജാർ ഈസ് ബക്കറ്റ് എന്നും പറയുന്നു. ബക്കറ്റ് അല്ല എന്ത്? കുറച്ച് ജാറുകള് ബക്കറ്റ് അല്ല എന്നും കൂടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? നോക്കിയേ, സം ചെയേഴ്സ് ആർ എന്താണ്? ടേബിൾസ് ആണ് അല്ലെ? ഓൾ ടേബിൾസ് എന്താണ്? ബോട്ടിൽസ് ആണ്. സം ബോട്ടിൽസ് എന്താണ്? ജാർ ആണ്. നോ ജാർ ഈസ് ബക്കറ്റ്. ഒരു ജാറും എന്തല്ല? ബക്കറ്റ് അല്ല എന്നും പറയുന്നു. കിട്ടിയല്ലോ? അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള വെൻ ഡയഗ്രം നമ്മൾ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഓരോ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സം ടേബിൾസ് ബീങ് ജാർ ഈസ് ആർ എ പോസിബിലിറ്റി. സം ടേബിൾസ് ബീങ് ജാർ എന്താണ്? ഒരു പോസിബിലിറ്റി ആണോ എന്നാണ് ചോദിച്ചത് അല്ലെ? സം ടേബിൾസ് ബീങ് ജാർ ഒരു പോസിബിലിറ്റി ആണോ? ഈ ടേബിൾസിന് ഈ ജാറുമായിട്ട് പിന്നെ ഒന്ന് ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ട് അല്ലെ? ഇവിടെ നോക്കൂ, ഈ ജാറ് ബക്കറ്റുമായിട്ട് മാത്രമേ എന്താകുന്നില്ലാത്തേ ഉള്ളൂ, ഒന്ന് പിന്നെ ഓവർലാപ്പ് ചെയ്യപ്പെടാൻ പറ്റാത്തതുള്ളൂ. എന്നാൽ നോക്കൂ, ജാറിന് എന്താകാം?
ഈ ഒരു ടേബിളുമായിട്ട് ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കൺക്ലൂഷൻ 1 ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത് നോക്കൂ, സം ബോട്ടിൽസ് ആർ ചെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സം ബോട്ടിൽസ് ചെയേഴ്സ് ആണോ? ആണ് അല്ലെ. ബോട്ടിലും ചെയർ ഇവിടെ ഓവർലാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. സം ബോട്ടിൽസ് ആർ നോട്ട് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? സം ബോട്ടിൽസ് ആർ നോട്ട് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ്? ശരിയാണ്. നിങ്ങൾ നോക്കിയേ, ഇവിടെ ബോട്ടിൽസിൽ കുറച്ച് ഭാഗം എന്താണ് ജാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഒരു ജാറും എന്തല്ല, ബക്കറ്റ് അല്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ബോട്ടിലും ജാറുമായിട്ടുള്ള കുറച്ച് സംഗതികൾ ഉണ്ടല്ലോ അല്ലെ. ബോട്ടിലായിട്ടുള്ള ജാറുകൾ കുറച്ചെണ്ണുണ്ടല്ലോ, ആ ജാർസ് ഒന്നും എന്തല്ല, ബക്കറ്റ് അല്ല. അതുകൊണ്ട് മൂന്നാമത്തെ കൺക്ലൂഷനും എന്താണ്, ശരിയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് കൺക്ലൂഷൻസ് 1, 2, 3 ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ശരി ഉത്തരം ഓൾ ഫോളോ, ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? കിട്ടുന്നുണ്ടോ അല്ലെ? ഓപ്ഷൻ ഇ കിട്ടി, ഓൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സിലോജിസവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മളിപ്പോ ഇതുവരെ പഠിച്ചു കഴിഞ്ഞത് അല്ലെ. ഇനി നിങ്ങൾ നോക്കിയേ, ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ്, ഓള് വരുന്ന വെച്ച് പഠിച്ചു, പിന്നെ സം വരുന്ന പഠിച്ചു, പിന്നെ നോ വെച്ച് വരുന്ന കാര്യങ്ങളും പഠിച്ചു അല്ലെ. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എങ്ങനെ വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പഠിച്ചു. കൺക്ലൂഷൻസ് നമ്മൾ വേരിയസ് ടൈപ്പ് പഠിച്ചു അല്ലെ. സമ്മ് വരുന്ന പഠിച്ചു, ഓള് പഠിച്ചു, പിന്നെ എന്താണ് പോസിബിലിറ്റീസ് പഠിച്ചു അല്ലെ. അങ്ങനെ പല വിധത്തിലുള്ള നോട്ട് വരുന്ന പഠിച്ചു. അങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ഒക്കെ വരുന്ന പല വിധത്തിലുള്ള കൺക്ലൂഷൻസ് നമ്മൾ ചെക്ക് ചെയ്തു. എങ്ങനെ ചെക്ക് ചെയ്യണം എന്നും കൂടി നമ്മൾ പഠിച്ചു. അത് പ്രകാരം നമ്മൾ കൃത്യമായ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ സിലോജിസത്തിന്റെ ബേസിക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്, കോംപ്ലിമെന്ററി പെയർ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. സിലോജിസത്തിൽ തന്നെ കോംപ്ലിമെന്ററി പെയർ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവൽ സാധനമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കോംപ്ലിമെന്ററി പെയർ ഏതാണ്, കൃത്യമായിട്ടുള്ള ഓപ്ഷൻ, അത് പ്രകാരമുള്ള ഓപ്ഷൻ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോംപ്ലിമെന്ററി പെയർ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കോംപ്ലിമെന്ററി പെയറിനെ പറ്റിയാണ്. എന്താണ് കോംപ്ലിമെന്ററി പെയർ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്താണ് കോംപ്ലിമെന്ററി പെയർ? കോംപ്ലിമെന്ററി പെയർ ആവാനുള്ള ആ ഒരു സവിശേഷതകൾ, ആ ഒരു പെയറിന്റെ സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോക്കൂ, എനി വൺ കൺക്ലൂഷൻ ഈസ് അഫർമേറ്റീവ് ആൻഡ് വൺ ഷുഡ് ബി നെഗറ്റീവ്. എന്താണ് അഫർമേറ്റീവ്? നിങ്ങൾ ഇവിടെ നോക്കിയേ, എന്താണ്? ഏതെങ്കിലും ഒരു കൺക്ലൂഷൻ അഫർമേറ്റീവ് ആയിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കൂ, സം ബോട്ടിൽസ് ആർ ചെയേഴ്സ് എന്ന് പറയുന്നത് ഒരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്, ഒരു കൺക്ലൂഷൻ ആണ്. ഓക്കെ, അഫർമേറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണത് അല്ലെ. സം ബോട്ടിൽസ് ആർ ചെയേഴ്സ് അല്ലെ, അങ്ങനെ തന്നെ പറയണം. ഒരു പോസിറ്റീവ് സെൻസ് ഒക്കെ ഉള്ള ഒരു സെന്റൻസ് ആയിട്ട് പറയുന്നുണ്ടല്ലോ, അതാണ് ഒരു അഫർമേറ്റീവ് സെന്റൻസ് ആയിട്ട് നമ്മളിവിടെ പരിഗണിക്കുന്നത്. എനി വൺ കൺക്ലൂഷൻ ഈസ് അഫർമേറ്റീവ് ആൻഡ് വൺ ഷുഡ് ബി നെഗറ്റീവ് അല്ലെ. ഇതൊരു പെയർ ആണല്ലോ, അപ്പൊ 2 കൺക്ലൂഷൻ വരുന്നുണ്ടല്ലോ, അതിൽ ഒന്ന് അഫർമേറ്റീവ് ആയിരിക്കണം, മറ്റേത് എന്തായിരിക്കണം, ഒരു നെഗറ്റീവ് സെന്റൻസും ആയിരിക്കണം. ഒന്ന് അഫർമേറ്റീവ് ആവണം, മറ്റേത് എന്താണ്, നെഗറ്റീവ് ആയിരിക്കണം. ഒന്ന് അഫർമേറ്റീവ് ആവണം, അടുത്തത് എന്താണ്, നെഗറ്റീവ് ആയിരിക്കണം. ആദ്യത്തെ സവിശേഷത ഇതാണ്. ഓക്കെ, പഠിച്ചല്ലോ. ഇനി നോക്കൂ അടുത്തത്, സബ്ജക്ട് ഷുഡ് ബി സെയിം ഇൻ ബോത്ത് കൺക്ലൂഷൻ. 2 കൺക്ലൂഷൻ ഉണ്ടല്ലോ, അതല്ലേ ഒരു പെയർ. ഓക്കെ, അവിടെ നോക്കൂ, ഈ 2 കൺക്ലൂഷൻസിലും ഒരേ സബ്ജക്ട് തന്നെ ആയിരിക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇവിടെ നോക്കിയേ, സം ബോട്ടിൽസ് ആർ ചെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സം ബോട്ടിൽസ് ആർ ചെയേഴ്സ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, അടുത്ത ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് വരുന്നെങ്കിൽ എന്താണ്, നോക്കൂ, സം ബോട്ടിൽസ് ആർ നോട്ട് ചെയേഴ്സ്, അങ്ങനെയായിരിക്കണം വരേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അവിടെ രണ്ടിടത്തും എന്താണ് സബ്ജക്ട് എന്ന് പറയുന്നത്, ബോട്ടിലും ചെയറും ആയിരിക്കും. മനസ്സിലായോ? സബ്ജക്ട് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ബോട്ടിലും ചെയറും അല്ലേ. ഇത്തരത്തിലുള്ള സംഗതികളാണ് എന്ത്, സബ്ജക്ട് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് 2 സ്റ്റേറ്റ്മെന്റ്, 2 കൺക്ലൂഷൻസിലും എന്താണ് അവിടെ സബ്ജക്ട് എന്താണ്, അത് സെയിം ആയിരിക്കണം, അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 2 സവിശേഷത പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്ന് കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്, അഫർമേറ്റീവും നെഗറ്റീവും ആയിരിക്കണം. അടുത്ത് നോക്കൂ, സബ്ജക്ട് സെയിം ആയിരിക്കണം 2 കൺക്ലൂഷൻ. ഓക്കെ, അടുത്ത് നോക്കൂ, ഇഫ് ദ പ്ലേസ് ഓഫ് ദ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ഈസ് നോട്ട് സെയിം ഇൻ ദ കൺക്ലൂഷൻ, പിന്നെ എന്താണ്, ദെൻ വി ക്യാൻ ചേഞ്ച് ദ പൊസിഷൻ. അത് കുഴപ്പമൊന്നുമില്ല. എന്താണ്, ഇപ്പൊ അതിന്റെ ഓർഡർ മാറി വന്നാലും നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ നോക്കിയേ, സം ബോട്ടിൽസ് ആർ ചെയേഴ്സ് എന്ന് വന്നു അല്ലെ. ഇനി നോക്കൂ, അടുത്ത് ഇതിന്റെ ഒരു പിന്നെ നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് വരുന്നത് സം ചെയേഴ്സ് ആർ
നോട്ട് ബോട്ടിൽസ് എന്ന് വന്നു. കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, ആദ്യം ഇവിടെ ബോട്ടിലാണ്, പിന്നെ ചെയറാണ്. ഇവിടെ നോക്കൂ, ചെയറും കഴിഞ്ഞിട്ടാണ് പിന്നെ ബോട്ടിൽ വരുന്നത്. അങ്ങനെ സ്ഥാനം മാറിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സബ്ജക്റ്റ് സെയിം ആയിരിക്കണം. ഒന്ന് അഫർമേറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു സവിശേഷം നമുക്ക് നോക്കാം. എന്താണ്? ഇനി നോക്കൂ, ഇനി പല ടൈപ്പുകൾ, കോംപ്ലിമെന്ററി പെയറിന്റെ കുറച്ച് ടൈപ്പുകളാണ് നമ്മൾ കാണിക്കുന്നത്. ഒന്ന്, സം വെച്ചിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സം നോട്ടും ഉണ്ടാകണം, അല്ലെ? ഇതൊരു അഫർമേറ്റീവ് ആണ്, ഇതൊരു നെഗറ്റീവ് ആണ്, അല്ലെ? അഫർമേറ്റീവ് ആണ്, നെഗറ്റീവ്. സം നോട്ട് വരാം. ഇനി അടുത്തൊരു പേര് നോക്കിയേ, സം നോ വരാം, അല്ലെ? സം വെച്ചിട്ടുള്ള ഒരു കൺക്ലൂഷൻ വരാം. അതിന്റെ കൂടെ തന്നെ നോ വെച്ചിട്ടുള്ള ഒരു കൺക്ലൂഷൻ കൂടി വേണമെങ്കിൽ വരാം. അതും ഒരു അഫർമേറ്റീവും നെഗറ്റീവും ആണ്. ഇനി അടുത്ത് നോക്കൂ, ഓൾ സം നോട്ട്, ഓൾ വെച്ചിട്ടുള്ള ഒരു കൺക്ലൂഷൻ വരാം. അതിന്റെ കൂടെ തന്നെ സം നോട്ട് വെച്ചിട്ടുള്ള ഒരു കൺക്ലൂഷനും വരാം. അങ്ങനെ അഫർമേറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കുറച്ച് പെയേഴ്സിന്റെ മോഡലാണ് ഇവിടെ കാണിച്ചത്. സം വെച്ചിട്ടുള്ള വരാം, സം നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത് നോക്കിയേ, ഇവിടെ ഒരു സം ഉള്ളതുണ്ട്, ഇവിടെ നോക്കൂ ഒരു സം നോട്ട് ഉള്ളതും കൂടി ഉണ്ട്. അങ്ങനെയുള്ള പെയേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 4 സവിശേഷതകൾ, കോംപ്ലിമെന്ററി പെയറിന്റെ 4 സവിശേഷതകൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ആണെങ്കിൽ കൂടിയും നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇങ്ങനെ വരുന്ന കൺക്ലൂഷൻസ് നമ്മൾ അനലൈസ് ചെയ്യല്ലോ, അല്ലെ? വെൻ ഡയഗ്രാം വെച്ച് നമ്മൾ അനലൈസ് ചെയ്യല്ലോ. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ അത് രണ്ടും ഫോളോ ചെയ്യുന്നില്ല എന്ന് കൂടി കിട്ടണം. അതായത് രണ്ടും ഫോളോ ചെയ്യാൻ പാടില്ല, ആ 2 കൺക്ലൂഷനും ഫോളോ ചെയ്യാൻ കൂടി പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊരു കോംപ്ലിമെന്ററി പെയർ ആകുകയുള്ളൂ. സെറ്റാണോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 സവിശേഷം നോക്കി. അത് കൂടാതെ ഒരു കാര്യം കൂടി പഠിച്ചു. ആ തന്നിരിക്കുന്ന 2 കോംപ്ലിമെന്ററി പെയർ ആയിട്ടുള്ള കൺക്ലൂഷൻസും എന്തായിരിക്കണം? അത് ഫോളോ ചെയ്യാൻ കൂടി പാടില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കിട്ടിയല്ലോ? കാര്യം മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പ്രകാരമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഓൾ ജംഗിൾസ് ആർ ടൈഗേഴ്സ്. അടുത്ത് നോക്കൂ, സം ടൈഗേഴ്സ് ആർ ഹോഴ്സസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കത് വരച്ചു നോക്കാം, അല്ലെ? ഓൾ ജംഗിൾസ്, എല്ലാ ജംഗിളും എന്താണ് ടൈഗേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഓൾ ജംഗിൾസ് ആർ ടൈഗേഴ്സ്. ഇനി നോക്കൂ, സം ടൈഗേഴ്സ് ആർ ഹോഴ്സസ് എന്നാണ് പറഞ്ഞത്. സം ടൈഗേഴ്സ് ആർ ഹോഴ്സസ് എന്ന് കൂടി പറയുന്നു. ഓക്കെ, ഇത് പ്രകാരം, അല്ലെ, സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള വെൻ ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൺക്ലൂഷൻ 2 എണ്ണം ഉണ്ട്, അത് രണ്ടും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സം ഹോഴ്സസ് ആർ ജംഗിൾസ്, അല്ലെ? സം ഹോഴ്സസ് ആർ ജംഗിൾസ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, അല്ലെ? വെൻ ഡയഗ്രാം തന്നെ കിട്ടിയിട്ടില്ല, അല്ലെ? ചെറിയൊരു സാധ്യതയുണ്ട്, പക്ഷെ നമുക്ക് എല്ലാ അർത്ഥത്തിലും ശരിയാണെങ്കിൽ മാത്രമേ അത് ശരിയാണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ, അല്ലെ? നോക്കൂ, സം ഹോഴ്സസ് ആർ ജംഗിൾസ് തെറ്റാണ്. അടുത്ത് നോക്കൂ, നോ ഹോഴ്സസ് ഈസ് ജംഗിൾസ്, ഒരു ഹോഴ്സും ജംഗിൾ അല്ല എന്ന് അങ്ങനെയും പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ഇനി നോക്കൂ, അവിടെ ഒരു സാധ്യതയുണ്ട്. എന്താണ്? ഇവ വേണമെങ്കിൽ ഓവർലാപ്പ് ചെയ്തേക്കാം, അല്ലെ? അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? എല്ലാ ഹോഴ്സസും ജംഗിൾസ് അല്ല എന്ന് നമുക്ക് അടച്ചങ്ങ് പറയാനും പറ്റില്ല. അപ്പോൾ ആ രണ്ടാമത്തെ കൺക്ലൂഷനും തെറ്റാണ്, അല്ലെ? ഇവിടെ നോക്കൂ, ഈ 2 കൺക്ലൂഷനും തെറ്റി, അല്ലെ? ഈ 2 കൺക്ലൂഷനും എന്താണ്? നമുക്ക് അത് ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ നോക്കണം. ഇവിടെ നോക്കൂ, ഹോഴ്സും ജംഗിളും ഉണ്ട്. എന്നാൽ താഴെ നോക്കൂ, അവിടെയും ഹോഴ്സും ജംഗിളും ഉണ്ട്, അല്ലെ? സബ്ജക്റ്റ് രണ്ടും സെയിം ആണ്. 2 കൺക്ലൂഷനിലും എന്താണ്? സബ്ജക്റ്റുകൾ സെയിം ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ആ 2 കൺക്ലൂഷന്റെയും സ്വഭാവം എങ്ങനെയുണ്ട്? ഒന്ന് സമ്മാണ്, നോയാണ്, അല്ലെ? ഒന്നൊരു അഫർമേറ്റീവ് ആണ്, അടുത്തതോ അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അല്ലെ, ഒരു കോംപ്ലിമെന്ററി പെയറിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട്, അല്ലെ? അഫർമേറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പിന്നെയോ സബ്ജക്റ്റ് സെയിം ആണ്, പിന്നെ എന്താണ്? രണ്ടും ഫോളോ ചെയ്യുന്നില്ല, അല്ലെ? അതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞത്? സമ്മും നോയും ഉണ്ട്, അല്ലെ? അപ്പോൾ നമ്മൾ പറഞ്ഞ കോംപ്ലിമെന്ററി പെയറിന് വേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങളും ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കൺക്ലൂഷനിൽ എത്താൻ പറ്റുക? ഇങ്ങനെയുള്ള 2 കോംപ്ലിമെന്ററി പെയർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇതാണ്, ഇഫ് either 1 or 2 follows. എന്താണ്? ഇഫ് either 1 കൺക്ലൂഷൻ 1 or കൺക്ലൂഷൻ 2 follows. ഈ ഒരു ഉത്തരമായിരിക്കും നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ, എന്താണ്? ഒരു കോംപ്ലിമെന്ററി പെയർ ആണ് കിട്ടുന്നത്. ആ 2 കൺക്ലൂഷൻസും കോംപ്ലിമെന്ററി പെയർ ആയിട്ടുള്ള 2 കൺക്ലൂഷൻസും ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഉത്തരം വരിക? ഇഫ് either കൺക്ലൂഷൻ 1 or കൺക്ലൂഷൻ 2 follows എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. മനസ്സിലായോ?
എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കൂ. കിട്ടുന്നുണ്ടോ നോക്കിയേ, വേഗം നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കൂ. 2 സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്, 2 കൺക്ലൂഷനും ഉണ്ട്. ഒന്ന് വേഗം ചെയ്തു നോക്കിയേ. എന്താ സ്റ്റേറ്റ്മെന്റ്? സം പേപ്പേഴ്സ് ആർ പെൻസ് അല്ലെ. അടുത്ത് നോക്കൂ, ആംഗിൾസ് ഈസ് എ പേപ്പർ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആംഗിൾസ് ഈസ് എ പേപ്പർ എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, നോക്കൂ ആദ്യത്തേത് സം പേപ്പേഴ്സ് ആർ പെൻസ് അല്ലെ. കുറച്ച് പേപ്പർ എന്താണ്? പെന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേപ്പർ എന്താണ്? പെന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, ആംഗിൾസ് ഈസ് എ പേപ്പർ അല്ലെ. ആംഗിൾസ് അപ്പൊ എന്തിൽ വരും? പേപ്പറിന്റെ ഉള്ളിൽ വരും. ആംഗിൾസ് എന്താണ്? പേപ്പർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, സം പേപ്പേഴ്സ് ആർ പെൻസ്, ആംഗിൾസ് ഈസ് എ പേപ്പർ അല്ലെ. ആംഗിൾസ് പേപ്പറിന്റെ ഉള്ളിലും വരും. ഓക്കെ, വെൻ ഡയഗ്രാം വരച്ച് മനസ്സിലായല്ലോ. ഇനി നോക്കാം, കൺക്ലൂഷൻസ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. സം ആംഗിൾ ഈസ് നോട്ട് പെൻ പറയാൻ പറ്റുമോ? സം ആംഗിൾസ് പെന്ന് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. നോക്കിയേ, ഇവിടെ ആംഗിൾസിന് ഇവിടെ പെന്നിനെ ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇവിടെ പറ്റില്ല, അങ്ങനെ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. ഒരു ഇൻറ്റു മാർക്കും നമ്മൾ എവിടെയും വരച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? ആംഗിൾസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പെന്നിനെ ഓവർലാപ്പ് ചെയ്യുകയും വേണമെങ്കിൽ ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്? ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത് നോക്കൂ, സം ആംഗിൾസ് ഈസ് എ പെൻ. കുറച്ച് ആംഗിൾസ് പെന്നാണെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. നിങ്ങൾ നോക്കിയേ, ആംഗിൾസ് ഇവിടെ പെൻ അല്ലാതെ നമ്മൾ ആംഗിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷൻ ശരിയാണ്, അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് 2 കൺക്ലൂഷനും ഫോളോ ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഈ 2 കൺക്ലൂഷനും നമ്മുടെ സബ്ജക്റ്റുകൾ സെയിം ആണ്. ഒന്ന് ആംഗിള്, അടുത്ത പെന്ന്, താഴെയും ആംഗിൾ ഉണ്ട്, പിന്നെ പെന്നുണ്ട്. ഓക്കെ, എന്താണ്? അപ്പോൾ രണ്ടിലും സബ്ജക്റ്റുകൾ സെയിം ആണ്. സബ്ജക്റ്റുകൾ എന്താണ്? സെയിം ആണ്. അപ്പോൾ സബ്ജക്ട് സെയിം ആണെന്ന് കിട്ടി. ഇനി നോക്കൂ, ഇവിടെ ഒരു സം ഉണ്ട് അല്ലെ, സം നോട്ട് ഉണ്ട്, ഇവിടെ ഒരു സമ്മും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഒരു അഫർമേറ്റീവും വന്നു, ഒരു നെഗറ്റീവും വന്നല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ കോംപ്ലിമെന്ററി പെയറിന് വേണ്ട എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഏതായിരിക്കും ഓപ്ഷൻ? ഇഫ് ഈദർ കൺക്ലൂഷൻ 1 ഓർ കൺക്ലൂഷൻ 2 ഫോളോസ് അല്ലെ. ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. കിട്ടിയോ? കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലേ? ഓക്കെ, കിട്ടിയില്ലേ? അപ്പൊ നമ്മള് 2 ക്വസ്റ്റ്യൻസ് ഈ ഒരു കോംപ്ലിമെന്ററി പെയറുമായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് പ്രകാരം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇന്ന് ചെയ്തു നോക്കാം. അടുത്ത നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 2 എണ്ണം ഉണ്ട്. ഓൾ പെൻ ആർ പെൻസിൽസ്, സം പെൻസിൽസ് ആർ ബുക്ക് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. നോക്കിയേ, ഇനി നമുക്ക് അത് വരച്ചു നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിന്റെ വെൻ ഡയഗ്രാം വരച്ചു നോക്കാം. ഓൾ പെൻസ് എന്താണ്? പെൻസിൽസ് എന്നാണ് പറഞ്ഞത്. ഓൾ പെൻസ് എന്താണ്? പെൻസിൽസ് എന്നാണ് പറഞ്ഞത്. സം പെൻസിൽസ് ആർ ബുക്സ് എന്നും പറഞ്ഞു. സം പെൻസിൽസ് എന്താണ്? ബുക്സ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ വെൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. ഇനി ഓരോ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾ പെൻസിൽസ് ആർ പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓൾ പെൻസിൽസ് ആർ പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? അല്ല. നോക്കിയേ, പെൻസിന്റെ കുറച്ചു ഭാഗം മാത്രമേ അല്ലെ, പെന്നിൽ വരുന്ന കുറച്ച് പെൻസിൽസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ പെൻസിലും പെന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കൺക്ലൂഷൻ 1 തെറ്റാണ്. ഓക്കെ, അടുത്ത് നോക്കൂ, നോ പെൻ ഈസ് ബുക്ക്. ഒരു പെന്നും ബുക്ക് അല്ല എന്നാ പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ നോക്കിയേ, പെന്നിന് വേണമെങ്കിൽ ഈ ബുക്കിനെ ഓവർലാപ്പ് ചെയ്യാനും സാധിക്കും അല്ലെ. സാധ്യമാണത് അല്ലെ. നോക്കൂ, ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരു സാധ്യത അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കൺക്ലൂഷനും തെറ്റാണ് എന്ന് പറയാം. നോക്കൂ, അടുത്ത് നോക്കൂ, സം ബുക്ക് ഈസ് പെൻ. കുറച്ച് ബുക്ക് പെന്നാണ് എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. അങ്ങനെ പറ്റാത്ത രീതിയിലാണ് ഇവിടെ നമ്മൾ വരച്ചത് തന്നെ അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. നോക്കൂ, നമുക്ക് കിട്ടിയ 3 കൺക്ലൂഷൻസും എന്താണ്? തെറ്റ് എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലെ. ഇവിടെ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ വേഗം പോയിട്ട് നൺ ഓഫ് ദീസ് ഫോളോസ് ഒന്നും പോയിട്ട് സെലക്ട് ചെയ്യാൻ നിൽക്കരുത്.
ഓക്കെ, ഇങ്ങനെ മൂന്നെണ്ണം എല്ലാം ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഓരോ കൺക്ലൂഷൻസ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കൂ, ഈ കൺക്ലൂഷൻസിലെ സബ്ജക്റ്റുകൾ നിങ്ങൾ പരിശോധിക്കണം. ഏതെങ്കിലും 2 കൺക്ലൂഷൻസിലെങ്കിലും സബ്ജക്റ്റുകൾ സെയിം ആണോ എന്ന് പരിശോധിക്കണം. ഇവിടെ നോക്കിയേ, 3ഉം 4ഉം നോക്കിയേ, ഇവിടെ പെന്നുണ്ട്, ബുക്ക് ഉണ്ട്, താഴെയും എന്താണ്, ബുക്കും ഉണ്ട്, പെന്നും ഉണ്ട്, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കുഴപ്പമില്ല, 2 സബ്ജക്റ്റും ഉണ്ടായാൽ മതി എന്ന് നമ്മൾ അതിന്റെ സവിശേഷതയിൽ പഠിച്ചിരുന്നു, അല്ലെ? ഇവിടെ നോക്കൂ, പെന്നും ബുക്കും ഉണ്ട്, ഇവിടെ ബുക്കും പെന്നും ഉണ്ട്, 2 സബ്ജക്റ്റുകൾ സെയിം ആണ്, അല്ലെ? നോക്കിയേ, ഇനി നോക്കൂ, ഇവിടെ ഒരു സമ്മ് ഒരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്, ഇവിടെയോ ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്, അല്ലെ? കിട്ടിയല്ലോ, അഫർമേറ്റീവ് ഉണ്ട്, നെഗറ്റീവ് സെന്റൻസും ആണ്, അങ്ങനെയുള്ള ഒരു പെയർ കിട്ടി നമുക്ക്, അല്ലെ? അപ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? either 2 or 3 follows, either conclusion 2 or conclusion 3 follows. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം, അല്ലെ? എല്ലാം തെറ്റിക്കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് none of these follows ഒന്നും പോയിട്ട് സെലക്ട് ചെയ്യരുത്. ഇങ്ങനെയൊരു സാധ്യത കൂടി ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അതുകൂടി നമ്മൾ പരിശോധിക്കണം. ഓക്കെ, സെറ്റ് ആണല്ലോ, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നോക്കിയേ, 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്കുള്ളത്, അല്ലെ? എന്തൊക്കെയാണ്? ഓൺലി എ ഫ്യൂ ഇന്റർനെറ്റ്സ് ആർ നെറ്റ്വർക്ക്സ്, അല്ലെ? അടുത്ത് നോക്കൂ, നോ നെറ്റ്വർക്ക് ഈസ് ബ്രൗസർ, ഓൾ ബ്രൗസേഴ്സ് ആർ ഫയർഫോക്സ് എന്നാണ് പറഞ്ഞത്, അല്ലെ? നമുക്ക് ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരവുമുള്ള വെൻ ഡയഗ്രാംസ് നമുക്ക് വരച്ചു നോക്കാം, അല്ലെ? വരച്ചു നോക്കാം. നോക്കൂ, ഓൺലി എ ഫ്യൂ ഇന്റർനെറ്റ്സ് ആർ നെറ്റ്വർക്ക്, അല്ലെ? നമ്മൾ പഠിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്, അല്ലെ? ഓൺലി എ ഫ്യൂ ഇന്റർനെറ്റ്, ഇതാണ് ഇന്റർനെറ്റ് കേട്ടോ, ഇതാണ് ഇന്റർനെറ്റ്. ഓൺലി എ ഫ്യൂ ഇന്റർനെറ്റ്സ് ആർ നെറ്റ്വർക്ക്, കുറച്ച് ഇന്റർനെറ്റ് മാത്രമാണ് എന്ത്, നെറ്റ്വർക്ക് ആയിട്ടുള്ളത്. കുറച്ച് ഇന്റർനെറ്റ് മാത്രമാണ് എന്തുള്ളത്, നെറ്റ്വർക്ക് ആയിട്ടുള്ളത്. അതായത് നോക്കൂ, ഈ ഷെയ്ഡ് ഞാൻ ചെയ്ത ഭാഗമല്ലേ, ഇവിടെ ഞാൻ കുറച്ച് ഭാഗം ഷെയ്ഡ് ചെയ്യാണ്. എന്താണ്? നെറ്റ്വർക്ക് അല്ലാത്ത ഇന്റർനെറ്റിന്റെ ഭാഗം ഇവിടെ ഷെയ്ഡ് ചെയ്തു. ഇതെന്താണ്? ഇത് ഒരിക്കലും നെറ്റ്വർക്ക് ആവില്ല. ഓക്കെ, എന്താ പറഞ്ഞത്? ഓൺലി എ ഫ്യൂ ഇന്റർനെറ്റ്സ് മാത്രമാണ് എന്ത്, നെറ്റ്വർക്ക് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്വർക്ക് അല്ലാത്ത ഇന്റർനെറ്റ്സ് കുറച്ച് ഭാഗമുണ്ട്, ആ ഭാഗമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത് വെച്ചത്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? എന്തിനാണ് ഷെയ്ഡ് ചെയ്തതെന്ന് മനസ്സിലായോ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള വെൻ ഡയഗ്രം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. നോ നെറ്റ്വർക്ക് ഈസ് ബ്രൗസർ, ഒരു നെറ്റ്വർക്കും ബ്രൗസർ അല്ല എന്നാണ് പറയുന്നത്. നോ നെറ്റ്വർക്ക് ഈസ് ബ്രൗസർ, ഈ ബ്രൗസർ എന്താണ്, ഒട്ടും നെറ്റ്വർക്ക് ആയിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിന്റെ സർക്കിളും പിന്നെ ബ്രൗസറിന്റെ സർക്കിളും ഒരിക്കലും ഓവർലാപ്പ് ചെയ്യപ്പെടുന്നില്ല. കിട്ടിയോ? ഓക്കെ, ഇനി നോക്കൂ, ഓൾ ബ്രൗസേഴ്സ് ആർ ഫയർഫോക്സ്, ഓൾ ബ്രൗസേഴ്സ് ആർ ഫയർഫോക്സ് എന്നാണ് പറയുന്നത്. ഓൾ ബ്രൗസേഴ്സ് ആർ ഫയർഫോക്സ് എന്ന് പറയുന്നു. എല്ലാ ബ്രൗസറും എന്താണ്, ഫയർഫോക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയല്ലോ? അപ്പൊ ഇത്രയും കിട്ടിയല്ലേ? അപ്പൊ നമ്മുടെ 3 സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരവുമുള്ള വെൻ ഡയഗ്രാംസ് നമ്മൾ കൃത്യമായിട്ട് വരച്ചു. ഇനി നോക്കൂ, കൺക്ലൂഷൻസ്. സം ഫയർഫോക്സ് ആർ നെറ്റ്വർക്ക്, സം ഫയർഫോക്സ് നെറ്റ്വർക്ക് ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അതൊരു സാധ്യത മാത്രമാണ്, അല്ലെ? നോക്കിയേ, ഈ ഒരു ഭാഗത്തിന് വേണമെങ്കിൽ നെറ്റ്വർക്കിനെ ഓവർലാപ്പ് ചെയ്യാം, പക്ഷെ അതൊരു സാധ്യത മാത്രമാണ്. നമ്മൾ ഇവിടെ വരച്ചപ്പോൾ പോലും അത് ശരിയാണ് എന്ന രീതിയിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താണ്, ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, അടുത്ത് നോക്കൂ, നോ നെറ്റ്വർക്ക് ഈസ് ഫയർഫോക്സ്, ഒരു നെറ്റ്വർക്കും എന്തല്ല, ഫയർഫോക്സ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? അതും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയേ, ഇവിടെ വേണമെങ്കിൽ സാധ്യത മാത്രമാണുള്ളത്, അല്ലെ? പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് അത് ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷനും എന്താണ്, തെറ്റാണ്. ഇനി നിങ്ങൾ നോക്കൂ, രണ്ടിന്റെയും സബ്ജക്റ്റുകൾ, ഫയർഫോക്സ് ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെയോ നെറ്റ്വർക്ക് ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്. രണ്ടിലും സബ്ജക്റ്റുകൾ സെയിം ആണ്, അല്ലെ? സബ്ജക്റ്റുകൾ സെയിം ആണ്. ഇനി നോക്കൂ, കൺക്ലൂഷൻസിന്റെ ആ സെന്റൻസിന്റെ സ്വഭാവം നിങ്ങൾ നോക്കൂ. ഒന്ന് സമ്മാണ്, അടുത്തത് നോയാണ്, ഒന്ന് അഫർമേറ്റീവ് ആണ്, അടുത്തത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. കിട്ടിയല്ലോ? അപ്പൊ നമ്മുടെ ഒരു കോംപ്ലിമെന്ററി പെയറിന് വേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങളും ഇതിനകത്തുണ്ട്, അല്ലെ? അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഈതർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. കിട്ടിയോ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്ന് വേഗം ചെയ്ത് നോക്കൂ. എളുപ്പമല്ലേ? നോക്കിയേ, എന്താ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്? സം ഫിസിക്സ് ഈസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നു. അടുത്ത് നോക്കൂ, നോ ഇംഗ്ലീഷ് ഈസ് മാത്സ്.
ഓൾ മാത്സ് ആർ എക്കണോമിക്സ്. 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 3 സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരവുമുള്ള വെൻ ഡയഗ്രാംസ് നമ്മൾ ആദ്യം വരയ്ക്കണം. സം ഫിസിക്സ് ഈസ് ഇംഗ്ലീഷ് അല്ലെ, കുറച്ച് ഫിസിക്സ് എന്താണ്, ഇംഗ്ലീഷ് ആണെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് ആണെന്നാണ് പറയുന്നത്. നോക്കൂ, നോ ഇംഗ്ലീഷ് ഈസ് മാത്സ്. ഒരു ഇംഗ്ലീഷും എന്തല്ല, മാത്സ് അല്ല എന്നും പറയുന്നുണ്ട്. ഒരു ഇംഗ്ലീഷും എന്തല്ല, മാത്സ് അല്ല എന്നും പറയുന്നുണ്ട്. ഓൾ മാത്സ് ആർ എന്ത്, എക്കണോമിക്സ് ആണ് അല്ലെ, എല്ലാ മാത്സും എന്താണ്, ഇക്കണോമിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 3 സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരവുമുള്ള വെൻ ഡയഗ്രാംസ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം, കൺക്ലൂഷൻസ് നോക്കാം. സം ഫിസിക്സ് ഈസ് നോട്ട് മാത്സ്. സം ഫിസിക്സ് എന്തല്ല, മാത്സ് അല്ല എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. നിങ്ങൾ നോക്കിയേ, ഫിസിക്സിന്റെ കുറച്ച് ഭാഗം എന്താണ്, ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഒരിക്കലും മാത്സ് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഫിസിക്സിന്റെ കുറച്ച് ഭാഗം മാത്സ് ഒരിക്കലും ആകില്ല. സം ഫിസിക്സ് ആർ നോട്ട് മാത്സ്. ഓപ്ഷൻ കൺക്ലൂഷൻ 1 ശരിയാണ് അല്ലെ. നോക്കൂ അടുത്ത് നോക്കൂ. സം ഇംഗ്ലീഷ് ക്യാൻ ബി ഇക്കണോമിക്സ് അല്ലെ. സം ഇംഗ്ലീഷ് ക്യാൻ ബി ഇക്കണോമിക്സ്. കുറച്ച് ഇംഗ്ലീഷിന് ഇക്കണോമിക്സ് ആകാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ നോക്കൂ, ഇംഗ്ലീഷിന് ഒരിക്കലും മാത്സ് ആവാനാണ് സാധിക്കാത്തത്. എന്നാൽ ഇക്കണോമിക്സിന് വേണമെങ്കിൽ ആകാം. ക്യാൻ ബി അല്ലെ, ആകാം, അങ്ങനെ കഴിയും അല്ലെ. അതായത് സം ഇംഗ്ലീഷ് ക്യാൻ ബി ഇക്കണോമിക്സ് എന്ന് പറയുന്നതും ശരിയാണ്. അടുത്ത് നോക്കൂ, സം ഇക്കണോമിക്സ് ഈസ് നോട്ട് ഇംഗ്ലീഷ്. ശരിയാണ്. നിങ്ങൾ നോക്കിയേ, സം ഇക്കണോമിക്സിൽ വരുന്ന ഒരു ഭാഗമല്ലേ എന്ത്, മാത്സ്. ഇവിടെ വരുന്നുണ്ടല്ലോ, മാത്സ് ഇക്കണോമിക്സിന്റെ ഉള്ളിൽ ആണ്, ഇവിടെ സർക്കിളിൽ വരുന്നത് അല്ലെ. അപ്പൊ എന്താണ്, മാത്സ് ഒരിക്കലും ഇംഗ്ലീഷ് ആവില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഇംഗ്ലീഷ് അല്ല എന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് 3 കൺക്ലൂഷൻസും എന്താണ്, അത് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. 3 കൺക്ലൂഷൻസും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഓപ്ഷൻ ഇ അല്ലെ, ഏതാണ്, ഇഫ് ഓൾ കൺക്ലൂഷൻസ് ഫോളോസ് എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഓപ്ഷൻ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടുന്നില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കൂ, എന്താണ്, എത്രയുണ്ട്, 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഒന്ന് വേഗം ചെയ്ത് നോക്കൂ. എളുപ്പമുള്ള ഒരു ഭാഗമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ചെയ്തു നോക്കൂ. കിട്ടുന്നുണ്ടോ? ഓക്കെ, നോക്കാം. എന്താണ്, സം ടൂൾസ് ആർ സീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സം ടൂൾസ്, കുറച്ച് ടൂൾസ് എന്താണ്, സീഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സം ടൂൾസ് സീഡ് ആണ്. നോക്കൂ, സം സീഡ്സ് ആർ സൈക്കിൾസ്. സം സീഡ്സ് എന്താണ്, സൈക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, സം സൈക്കിൾസ് ആർ എന്താണ്, ട്യൂബ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്യൂബ് അല്ലെ, ഇത് ട്യൂബാണ്, ഇത് ടൂളാണ്. ഓക്കെ, ടൂളാണ്, ട്യൂബ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സം ട്യൂബ്സ് ആർ റെയിൻസ് എന്നും പറഞ്ഞിട്ടുണ്ട്. സം ട്യൂബ് എന്താണ്, റെയിൻ ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 4 സ്റ്റേറ്റ്മെന്റ് പ്രകാരവുമുള്ള എന്ത് വരച്ചു, വെൻ ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കൺക്ലൂഷൻസ് ചെക്ക് ചെയ്യാം. സം ട്യൂബ്സ് ആർ സീഡ്സ്. സം ട്യൂബ് സീഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഇവിടെ വരച്ചപ്പോൾ പോലും അങ്ങനെ കിട്ടിയിട്ടില്ല. അതൊരു സാധ്യത മാത്രമാണ് അല്ലെ. സാധ്യത മാത്രമായതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൺക്ലൂഷൻ 1 എന്താണ്, തെറ്റാണ് എന്ന് നമുക്ക് പറയാം. സം സൈക്കിൾസ് ആർ ടൂൾസ്. സം സൈക്കിൾസ് എന്താണ്, ടൂള് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? ശരിയല്ല. നിങ്ങൾ നോക്കിയേ, ഈ വരച്ചപ്പോൾ തന്നെ അങ്ങനെ കിട്ടിയിട്ടില്ല. മുൻപത്തെ അതേ കേസ് പോലെ തന്നെ എന്താണ്, ഇതും തെറ്റാണെന്ന് നമുക്ക് പറയാം. നോ സീഡ് ഈസ് ട്യൂബ്. ഒരു സീഡും ട്യൂബ് അല്ല എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. നോക്കിയേ, ഇവിടെ ഒരു സാധ്യതയുണ്ട്. ഈ സീഡിന് വേണമെങ്കിൽ ട്യൂബിനെ ഓവർലാപ്പ് ചെയ്യാം അല്ലെ. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയുള്ളതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു സീഡും ട്യൂബ് അല്ല എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് 3ാമത്തെ കൺക്ലൂഷനും തെറ്റാണ്. അടുത്ത് നോക്കൂ, സം റെയിൻസ് ആർ സർക്കിൾ അല്ലെ. സം റെയിൻസ് എന്ന് പറയുന്നത് സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? ശരിയല്ല. നോക്കിയേ, ഇവിടെ സൈക്കിളും റെയിനും എന്താവുന്നില്ല, ഓവർലാപ്പ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. സാധ്യത കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായും അത് ശരിയാണ് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ഒരു കൺക്ലൂഷൻ നമുക്ക് തെറ്റായിട്ട് പറയാം.
ഓക്കെ, ഇനി നിങ്ങൾ ഓടിപ്പോയിട്ട് നൺ ഓഫ് ദീസ് ഒന്നും പോയിട്ട് എടുത്തേക്കരുത്. നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? കോംപ്ലിമെന്ററി പെയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. രണ്ടോ രണ്ടിലധികമോ എന്ത് വന്നു? കൺക്ലൂഷൻസ് വന്നു. കൺക്ലൂഷൻസ് ഒക്കെ എന്താണ്? തെറ്റാണെന്ന് കിട്ടി അല്ലെ. രണ്ടിൽ കൂടുതലായിട്ടുള്ള കൺക്ലൂഷൻസ് തെറ്റാണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ എന്തെങ്കിലും കോംപ്ലിമെന്ററി പെയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ നോക്കിയേ ഇവിടെ നോക്കൂ. സീഡ് ഉണ്ട്, ട്യൂബ് ഉണ്ട് അല്ലെ. ഇവിടെ സീഡ് ഉണ്ട്, ട്യൂബ് ഉണ്ട്. രണ്ട് സബ്ജക്റ്റ് കിട്ടിയില്ലേ? ഇതേ സബ്ജക്റ്റ് തന്നെ എവിടെയുള്ളത്? ട്യൂബും ഉണ്ട്, സീഡും ഉണ്ട്. അതായത് 1ലും 3ലും സെയിം സബ്ജക്റ്റ് ആണ്. ഇനി നമ്മൾ എന്ത് നോക്കണം? അഫിർമേറ്റീവും നെഗറ്റീവും ആണോ നോക്കണം അല്ലെ. ഇവിടെ നോക്കൂ, സമ്മ വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണ്. ഇവിടെയോ നോ വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പോൾ അഫിർമേറ്റീവ് ഉണ്ട്, പിന്നെ ഒരു നെഗറ്റീവ് സെന്റൻസും കൂടി വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് സെന്റൻസും എന്താണ്? രണ്ട് കൺക്ലൂഷൻ എന്താണ്? അത് ഫോളോ ചെയ്യുന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതൊരു കോംപ്ലിമെന്ററി പെയർ ആണ് അല്ലെ. കോംപ്ലിമെന്ററി പെയർ ആണെങ്കിൽ എങ്ങനെയാണ് ഉത്തരം വരിക? എങ്ങനെ വരിക? എങ്ങനെ വരും? എയ്തർ 1 or 3 ഫോളോസ് വരും അല്ലെ. എയ്തർ 1 or 3 ഫോളോസ്. 1ഉം 3യുമാണ് കോംപ്ലിമെന്ററി പെയർ ആയി വരുന്നത്. ബാക്കി വരുന്ന 2ഉം 4ഉം ഫോളോ ചെയ്യുന്നില്ല. 1ഉം 3യും കോംപ്ലിമെന്ററി പെയർ ആയി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും? എയ്തർ 1 or 3 ഫോളോസ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കിട്ടിയോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്തു നോക്കൂ. എന്താണ്? 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അല്ലെ. അത് പ്രകാരമുള്ള വെൻ ഡയഗ്രം വരയ്ക്കും നമ്മൾ. അതിനുശേഷം കൺക്ലൂഷൻസ് ചെക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ഉത്തരം കണ്ടെത്തും. നോക്കാം. സം ടൈംസ് ആർ മണീസ് അല്ലെ. സം ടൈംസ് എന്ന് പറയുന്നത് എന്താണ്? മണീസ് ആണെന്നാണ് പറയുന്നത്. മണി ആണെന്നാണ് പറയുന്നത്. സം മണി ആർ അസറ്റ്. സം മണി എന്താണ്? അസറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓൾ മണി ആർ ഗോൾസ് എന്നാണ് പറയുന്നത് അല്ലെ. ലീസ്റ്റ് പോസിബിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന വെൻ ഡയഗ്രം ഇങ്ങനെയാണ് അല്ലെ. ഓൾ മണി ആർ ഗോൾ എന്നും പറയുന്നുണ്ട് അല്ലെ. ടൈം ഇതാണ്, മണി ഇതാണ്, അസറ്റ് ഇതാണ്. ഓക്കെ, എല്ലാ മണിയും എന്താണ്? ഗോൾ ആണെന്നും കൂടി നമ്മൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കൺക്ലൂഷൻസ് നോക്കാം. അറ്റ്ലീസ്റ്റ് സം ടൈംസ് ആർ അസറ്റ്. അറ്റ്ലീസ്റ്റ് സം ടൈംസ് ആർ അസറ്റ് നിർബന്ധമുണ്ടോ? കുറച്ചെങ്കിലും ടൈം അസറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നിർബന്ധമുണ്ടോ? ഇല്ല അല്ലെ. നമ്മളിവിടെ വെൻ ഡയഗ്രം വരച്ചപ്പോൾ പോലും അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റിന്റെ ഒരു കേസ് ഇവിടെ വരുന്നില്ല. ഒരു സാധ്യത പോലും വരുന്നില്ല. സാധ്യതയുണ്ട്, പക്ഷെ എപ്പോഴും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് കൺക്ലൂഷൻ ഒന്നെന്താണ്? തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സം ടൈംസ് ആർ നോട്ട് അസറ്റ്. സം ടൈംസ് അസറ്റ് അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ഈ അസറ്റ് എന്ന് പറയുന്ന ഈ ഒരു സർക്കിളിന് വേണമെങ്കിൽ നമ്മൾ ടൈമിനെ ഓവർലാപ്പ് ചെയ്യാനും സാധിക്കും അല്ലെ. അപ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷനും തെറ്റാണ് എന്ന് പറയാം. നോക്കൂ, ഓൾ ടൈംസ് ബീയിങ് ഗോൾസ് ഈസ് എ പോസിബിലിറ്റി. എല്ലാ ടൈമും ഗോൾ ആകും എന്നുള്ളത് ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെ. ഈ ടൈമിന് പൂർണ്ണമായിട്ട് വേണമെങ്കിൽ ഈ ഗോൾ എന്ന് പറയുന്ന ഈ സർക്കിളിന്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കും അല്ലെ. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? കൺക്ലൂഷൻ 3 ഫോളോ ചെയ്യുന്നുണ്ട്. ഓൾ ഗോൾസ് ബീയിങ് മണി ഈസ് പോസിബിലിറ്റി. എല്ലാ ഗോളും മണി ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഈ മണി എന്ന് പറയുന്ന ആ ഒരു സർക്കിള് കുറച്ച് വലുതായിട്ട് ഗോളും മണിയും കൂടി ഈക്വൽ ആവുകയാണെങ്കിൽ അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഓൾ ഗോൾസ് ബീയിങ് മണി ഈസ് എ പോസിബിലിറ്റി. അങ്ങനെ ഒരു സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ നാലാമത്തെ കൺക്ലൂഷനും ശരിയാണ്. ഇപ്പൊ നോക്കൂ, എന്താണ്? രണ്ട് കൺക്ലൂഷൻസ് തെറ്റാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും കൺക്ലൂഷൻസ് തെറ്റാണ്. 3ഉം 4ഉം ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്ര കിട്ടിയപാട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കൺക്ലൂഷൻസ് ഇവിടെ തെറ്റാണെന്ന് കിട്ടി അല്ലെ. അപ്പോൾ അത് കോംപ്ലിമെന്ററി പെയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. നോക്കൂ, സബ്ജക്റ്റ് നോക്കൂ, ടൈമും അസറ്റും. ഇവിടെയും ടൈമും അസറ്റും തന്നെയാണ് അല്ലെ. ഇനി എന്ത് നോക്കണം? അഫിർമേറ്റീവും നെഗറ്റീവും സെന്റൻസുകളാണോ എന്ന് നോക്കണം. ഇവിടെ നോക്കൂ, സം ഉണ്ട്, ഇവിടെയോ സമ്മ് നോട്ടും ഉണ്ട് അല്ലെ. അപ്പോൾ അത് അഫിർമേറ്റീവും നെഗറ്റീവും ആണ്. രണ്ടും തെറ്റിയാണ് അല്ലെ. രണ്ട് കൺക്ലൂഷൻസും ഫോളോ ചെയ്യുന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈതർ 1 or 2 ഫോളോ. പിന്നെ എന്താണ്? 3ഉം 4ഉം കൂടി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി വരും. എന്താണ്? ഈതർ 1 or 2 ആൻഡ് 3, 4 ഫോളോസ് അല്ലെ. മനസ്സിലായോ? ഈതർ 1 or 2 ആൻഡ് 3, 4 ഫോളോ. ഓക്കെ, കിട്ടിയോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കിട്ടിയല്ലോ. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ കോംപ്ലിമെന്ററി പെയർ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ
അല്ല സോറി കൺക്ലൂഷൻസ് നമ്മൾ പിന്നെ വിശകലനം ചെയ്യുന്നത്, അത് പ്രകാരം കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സിലോജിസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. നോക്കിയേ, വെൻ ഡയഗ്രാം വെച്ച് വരയ്ക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായും നമ്മുടെ എക്സാമുകൾക്ക്, സെൻട്രൽ ലെവൽ എക്സാംസ് ഏതായിക്കോട്ടെ, RRB, SSC, IB, EPFO, അങ്ങനെ ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ബാങ്കിന് ഒക്കെ ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന അല്ലെ, അത് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ആ രീതിയിൽ ചോദിക്കുന്ന ഒരു പോർഷനാണ് സിലോജിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിലോജിസത്തിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക. നമ്മുടെ നോട്ട് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഉത്തരങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രമാത്രമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക്